Good evening all. So last class നമ്മൾ നിർത്തിയത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ അവിടെ വരെയാണ് നമ്മൾ കണ്ടത്. സോ നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിലേക്ക് കടന്നായിരുന്നു. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലൂയിഡ് കൺസിഡറിങ് ഈസ് റെസ്റ്റിലുള്ള ഫ്ലൂയിഡ്. അപ്പൊ ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ടിങ് നോർമൽ ടു ഇറ്റ്. ദർ വിൽ നോട്ട് ബി എനി ഷിയർ ഫോഴ്സ്. ബിക്കോസ് എന്താണ്? കാരണം റെസ്റ്റിലിരിക്കുന്ന വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി ഗ്രേഡിയന്റിന് proportional ആയിരിക്കും the shear stress form ചെയ്യുന്നത്. So there is not any change in velocity, difference in velocity, so the shear stress will be zero. നോർമൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് പ്രഷർ, നമ്മൾ പ്രഷർ എന്താണെന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ കണ്ടു. അതാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി മെഷർമെന്റ് ഓഫ് പ്രഷർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് പ്രഷർ ആണ്. സോ ദ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് ഈസ് മെഷർഡ് ബൈ ഫോളോയിങ് ഡിവൈസസ്. നമ്മൾ രണ്ട് ഡിവൈസസ് വെച്ചിട്ടാണ് മെയിൻലി നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് manometer and second one is mechanical gauges. So as far as our PSC is concerned, we are only dealing with the manometers മാത്രമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. വേറെ we are not dealing with any kind of mechanical gauge. Okay, so what is a manometer? എന്താണ് manometer നോക്കാം. So a manometer is a device for measuring fluid pressure consisting of a bent tube containing one or more liquids of different densities. അപ്പോൾ manometer എന്ന് പറഞ്ഞാൽ, as we said earlier, it is a device used for measuring fluid pressure. അപ്പോൾ അതിനകത്തൊരു ബെൻഡ് ട്യൂബ് ഉണ്ടാവും. ഒരു സിമ്പിൾ അറേഞ്ച്മെന്റ്, മാനോമീറ്ററിന്റെ ഒരു സിമ്പിൾ അറേഞ്ച്മെന്റ് ബെൻഡ് ട്യൂബ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രഷർ മെഷർ ചെയ്യേണ്ടത് ഏത് ഇതിലാണോ ആ ഒരു സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ എന്താണ് പ്രഷർ കണ്ടുപിടിക്കും. സോ അതിനകത്ത് ഈ പറയുന്ന ബെൻഡ് ട്യൂബിൽ എന്താണ് ലിക്വിഡ്സ് ഉണ്ടാവും ഓഫ് ഡിഫറെന്റ് ഡെൻസിറ്റീസ്. വൺ ഓർ മോർ ലിക്വിഡ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ലിക്വിഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് നമ്മൾ അതിന് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ആ വാട്ടറിന്റെ ലിക്വിഡിന്റെ ഹൈറ്റ് എന്തോരം റൈസ് ചെയ്യുന്നുണ്ടോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പ്രഷർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എന്തോരം ഹൈറ്റ് ആ ഒരു വാട്ടർ ലെവൽ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് ലെവൽ റൈസ് ചെയ്യുന്നു അത് m into g വെച്ച് ഓർ റോ into g വെച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ വി വിൽ ഗെറ്റ് ദി പ്രഷർ ഓഫ് ദാറ്റ്. അപ്പോൾ നമ്മൾ ഫർദർ ആയിട്ട് മാനോമീറ്ററെ കുറിച്ച് പറയുന്ന മുമ്പ് ലെറ്റ്സ് സീ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് മാനോമീറ്റർ. So what are the classifications of manometer? So manometer നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് the most simplest form, that is piezometer. Second one is U-tube manometer and third one is single column manometer. സോറി, ഒരു പറഞ്ഞു മാറിപ്പോയി. The manometer നമുക്ക് ബ്രോഡ്ലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ മാനോമീറ്റർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പൊ സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. അപ്പൊ സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാനോമീറ്റർ വിച്ച് മെഷേഴ്സ് പ്രഷർ അറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിലെ ഒരു സിംഗിൾ പോയിന്റിൽ, ഒരു പൈപ്പിലോ അല്ലെങ്കിൽ വെസലിലെ ഒരു സിംഗിൾ പോയിന്റിൽ നമുക്ക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഏത്? സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വാട്ട് ഈസ് ദി ഡിഫറൻഷ്യൽ മാനോമീറ്റർ? എന്താണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ? അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് മെഷർ ദ ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ്. അതായത് ഒരു പൈപ്പിലെയോ ഒരു വെസലിലെയോ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഓക്കെ, സോ as far as the simple manometer is concerned, it is also have different kinds. That is, first one is piezometer, second one is U-tube manometer and third one is single column manometer. So differential manometer അതുപോലെ തന്നെ പല ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ is U-tube differential manometer, inverter U-tube differential manometer. Okay, so ഫസ്റ്റ് വൺ ഈസ് പീസോമീറ്റർ. അപ്പൊ പീസോമീറ്റർ എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ there is only one answer, that is എന്താണ്? പീസോമീറ്റർ ആണ്. സോ പീസോമീറ്റർ is one of the simplest form of manometer and it can be used for measuring low pressures of liquid with moderate accuracy. അപ്പോൾ നമ്മൾ അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂസ് ഫോർ മെഷറിംഗ് ലോ പ്രഷേഴ്സ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പീസോമീറ്റർ യൂസ് ചെയ്യുന്നത് വിത്ത് മോഡറേറ്റ് ആക്യുറസി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ആക്യുറസി കാണുള്ളൂ. നമുക്ക് ഒരു വലിയൊരു ഹയർ ആക്യുറസി നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റില്ല യൂസിങ് പീസോമീറ്റർ.
So this is the arrangement of piezometer. The simplest form ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. So ഒരു pipe ഉണ്ട്. You can see the pipe there and here that എന്താണ് so in that there's a pipe. അതിലേക്ക് നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു ബെൻഡ് ട്യൂബ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ബെൻഡ് ട്യൂബിൽ എന്താണ് പൈപ്പിൽ എന്താണ് പൈപ്പിൽ ഒരു ലിക്വിഡ് ഉണ്ട്. ഈ ഒരു ജസ്റ്റ് നമ്മളൊരു പീസോമീറ്റർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പൈപ്പിലെ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് ഇത്രയും റൈസ് ചെയ്യും. സോ ഈ റൈസ് ചെയ്ത ഹൈറ്റ് ഉണ്ടല്ലോ എച്ച്, നമുക്ക് എങ്ങനെ പ്രഷർ കണ്ടുപിടിക്കാം? ആസ് പെർ ആസ് ദി ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഈസ് കൺസേൺ, വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് എ പോയിന്റ് PA is equal to rho into G into H. നമ്മൾ നേരത്തെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോയിൽ കണ്ടതാണ് പ്രഷർ എത്രയാണ് എന്നുള്ളത്, റോ ഇൻറ്റു G into H. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് അബൌട്ട് ദി പീസോമീറ്റർ. സോ ദെൻ നമുക്ക് ഇനി യൂട്യൂബ് മാനോമീറ്റർ നോക്കാം. അപ്പൊ യൂട്യൂബ് മാനോമീറ്റർ ഈസ് എന്താണ്? അപ്പൊ നമുക്ക് ഈ ഒരു പീസോമീറ്റർ യൂസ് ചെയ്യാതെ നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നതിൽ അതിന് എന്തെങ്കിലും റീസൺ വേണം അല്ലേ? സോ എന്തായിരിക്കും അത്? സോ ദ പീസോമീറ്റർ കനോട്ട് ബി എംപ്ലോയിഡ് വെൻ ലാർജ് പ്രഷേഴ്സ് ഇൻ ദ ലൈറ്റർ ലിക്വിഡ്സ് ആർ ടു ബി മെഷർഡ്. അതായത് നമുക്ക് പീസോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പീസോമീറ്റർ യൂസ് ടു മെഷർ ലോ പ്രഷേഴ്സ്. ലോ പ്രഷർ മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് എന്താണ് ലാർജ് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ലൈറ്റർ ലിക്വിഡ്സ് ലാർജ് പ്രഷർ ആണെങ്കിൽ വാട്ട് വിൽ വി കാൺട്ട് എംപ്ലോയ് പീസോമീറ്റർ ടു ഡു ദാറ്റ്. സോ എന്താണ്? സോ ഒരു യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈസ് യൂസ് ടു മെഷർ ലാർജ് പ്രഷർ. ലാർജ് പ്രഷേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂട്യൂബ് മാനോമീറ്റർ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ്. It consists of a glass tube bent in U shape, one end of which is connected to a point at which pressure is to be measured and other end remains open to the atmosphere. And using a U-tube enables the pressure of both liquids and gases to measure with the same instrument. The U is filled with a fluid called manometer fluid, and the fluid whose pressure is being measured should have a density less than that of manometric fluid. So എന്താണ് പറഞ്ഞിരിക്കുന്നത്? So this is the arrangement of a യൂട്യൂബ് മാനോമീറ്റർ. അപ്പൊ ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ there is ഒരു പൈപ്പ് ഉണ്ട്. അപ്പൊ അതാണ് ബി എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, there is a pipe. ഈ പൈപ്പിലെ ഈ പോയിന്റിലെ പ്രഷറാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? എ യൂട്യൂബ് മാനോമീറ്റർ ഇസ് ഫിക്സഡ് ഇൻ ടു ഇറ്റ്. അതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്തു. സോ ഇതിനകത്ത് എന്താ ഉള്ളത്? ഈ പറയുന്ന പ്രഷർ ലെറ്റ് ബി ഈ പൈപ്പിലൂടെ ഉള്ള ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണെന്നിരിക്കട്ടെ. ഓക്കെ, നൗ ആൻഡ് ദ യൂട്യൂബ് ഓൾസോ ഹാവിംഗ് എ ഫ്ലൂയിഡ് ആൻഡ് വിച്ച് ഈസ് നോൺ ആസ് മാനോമെട്രിക് ഫ്ലൂയിഡ്. ഈ മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ഹെവിയർ ദാൻ ദി ലിക്വിഡ് പ്രസന്റ് ഇൻ ദി പൈപ്പ്. ആ ഒരു ലിക്വിഡ്, അതായത് ഏത് ലിക്വിഡ് ആണോ പൈപ്പിൽ പ്രസന്റ് ഉള്ളത് ആ പൈപ്പിനേക്കാളും ഹെവിയർ ആയിരിക്കണം എന്താണ് ഈ പറയുന്ന മാനോമീറ്റർ എന്ന് പറയുന്നത്. The fluid whose pressure is being measured should have a density less than that of the manometric fluid. So അപ്പൊ നമ്മൾ let's assume that എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ ഈ പൈപ്പിലുള്ളത് വാട്ടർ ആണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഈ ഇതിനകത്ത് മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട് ഈ ഫ്ലൂയിഡ് യൂട്യൂബിലുള്ളത് എന്താണ് മെർക്കുറി ആണെന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുന്നു. സോ എന്താണ് വാട്ട് വിൽ ഹാപ്പൻ? അപ്പൊ ഇത് രണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട്, ഫോർ ഗേജ് പ്രഷറും ഫോർ വാക്യൂം പ്രഷറും. സോ ഇതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് പൈപ്പിലേക്ക് ഫിക്സ് ചെയ്തേക്കുന്നു, ഒരു എൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. ആൻഡ് നമുക്ക് ഇനി എങ്ങനെ ഇതിനെ കമ്പ്യൂട്ട് ചെയ്യാം? ഈ പ്രഷർ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? സോ നമുക്ക് വി ക്യാൻ ഹാവ് എ റെഫറൻസ് പോയിന്റ്. നമുക്കൊരു റെഫറൻസ് പോയിന്റ് എടുക്കാം. എന്നിട്ട് ആ റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രഷർ എത്തി സെക്കൻഡ്. സോ പ്രഷർ അറ്റ് ദി ലെഫ്റ്റ് ലിം, പ്രഷർ അറ്റ് ദി ഇത് കണ്ട നമുക്കൊരു റെഫറൻസ് ലൈൻ ഫിക്സ് ചെയ്യാം. ഇത് കണ്ട ഇതാണ് റെഫറൻസ് ലൈൻ. അപ്പൊ ഈ റെഫറൻസ് ലൈനിൽ നമ്മൾ എന്ത് പറയുന്നു? വി ആർ സെയിങ് ദാറ്റ് ദ പ്രഷർ അറ്റ് ദി ലെഫ്റ്റ് ലിം ആൻഡ് റൈറ്റ് ലിം ഈസ് ഈക്വൽ. അല്ലെ, പ്രഷർ അറ്റ് ദി റൈറ്റ് ലിംബും ലെഫ്റ്റ് ലിംബും ഈക്വൽ ആണ്. ഇത് യൂട്യൂബിന്റെ റൈറ്റ് ലിംബാണ്, യൂട്യൂബ് മാനോമീറ്ററിന്റെ റൈറ്റ് ലിംബാണ്. ദിസ് ഇസ് ദ ലെഫ്റ്റ് ലിംബ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റിൽ ദി പ്രഷർ അറ്റ് ദി ലെഫ്റ്റ് ലിംബ് ആൻഡ് റൈറ്റ് ലിംബ് ആർ സെയിം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഹൗ വി ക്യാൻ മെഷർ ദി പ്രഷർ? ഫസ്റ്റ് വൺ നമുക്കറിയാം, ഇത് പി ബി. അപ്പൊ പ്രഷർ ഓൺ ദി ലെഫ്റ്റ് ലിംബ് എന്താണ്? പി ബി പ്ലസ് എന്ത് വരും? പി ബി പ്ലസ്
ഈ ഒരു ഹൈറ്റ്, അതായത് നമുക്കറിയാം ദിസ് ഈസ് ദി ഇവിടെ നമുക്ക് 2 ലിക്വിഡ് ഉണ്ട് അല്ലെ, നമുക്ക് 2 ലിക്വിഡ് ഉണ്ട്. അപ്പൊ പ്രഷർ റൈറ്റ് ലിം എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി പൈപ്പ് PB പ്ലസ് വേറെ എന്തൊക്കെ വരും, ഇവിടെ വാട്ടർ ഉണ്ട് ഇത്രയും ഹൈറ്റിൽ, ആൻഡ് ദിസ് ഈസ് ദി മാനോമെട്രിക് ഹൈറ്റ്. അപ്പൊ ഈ മാനോമെട്രിക് ഫ്ലൂയിഡിന്റെയും വാട്ടറിന്റെയും സെപ്പറേറ്റ് പ്രഷർ എടുക്കണം. എങ്ങനെ എടുക്കും? ഈ ഒരു റെഫറൻസ് പോയിന്റ് ഇത് എത്ര വരും? ഇത് മൊത്തം H1 ആണ്. ഇവിടെ ലെറ്റ് ഇറ്റ് ബി, ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ വേറെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിലോ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഈ ഒരു വാട്ടറിന്റെ ഹൈറ്റ് H ആന്നിരിക്കട്ടെ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? പ്രഷർ എത്തി റൈറ്റ് എന്ന് പറഞ്ഞാൽ PB പ്ലസ് റോ ഇൻറ്റു G ഇൻറ്റു H പ്ലസ് എന്ത് വരും? ഈ പറയുന്ന മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി പ്രഷറും കൂടി വരും. മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എത്ര, പ്രഷർ എത്ര വരും? H1 മൈനസ് H ഇൻറ്റു റോ ഇൻറ്റു G, റോ 1 ഇൻറ്റു G. അതായത് ഡെൻസിറ്റി ഡിഫറൻസ് ആയിരിക്കും. സോ PB പ്ലസ് റോ 1 ഇൻറ്റു G ഇൻറ്റു H പ്ലസ് റോ 2 ഇൻറ്റു G ഇൻറ്റു H1 മൈനസ് H. അതായിരിക്കും ലെഫ്റ്റ് ലിമില്. റൈറ്റ് ലിമിൽ എന്തായിരിക്കും? റൈറ്റ് ലിമിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൈറ്റ് ലിമിന്റെ പ്രഷർ എന്ന് പറയുന്നത് H2 ആണ് ഇത്രയും ഹൈറ്റ്. സോ എന്തായിരിക്കും? സിംപ്ലി എന്തായിരിക്കും? റൈറ്റ് ലിമിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ റോ 3, നമ്മൾ റോ 2 മാനോമെട്രിക് ഫ്ലൂയിഡ് ഒരെണ്ണേ ഉള്ളൂ. സോ നേരത്തെ ഇവിടെ എടുത്ത മാനോമെട്രിക്കിന് അതേ ഡെൻസിറ്റി തന്നെ എടുക്കാം. സോ റോ 2 ഇൻറ്റു G ഇൻറ്റു H2. സോ ഒന്നുകൂടെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. സോ അത് അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് ഗേജ് പ്രഷർ ആണ്. അപ്പൊ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും ആ ഒരു പ്രഷർ, ഈ പറയുന്ന പ്രഷർ എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളിപ്പോ മാനോമെട്രിക് ഫ്ലൂയിഡ് കൂടെ വരുമ്പോൾ റൈസ് ചെയ്യുള്ളൂ. ഓക്കെ, ടേക്ക് ദി കേസ് ഓഫ് വാക്യൂം പ്രഷർ. വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ പറയുന്ന മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ലോവർ ആയിരിക്കും ഇതിന്റെ ഡെൻസിറ്റി. സോ എന്ത് സംഭവിക്കും? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് സംഭവിക്കും? ഈ മാനോമെട്രിക് ഫ്ലൂയിഡിനെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന വാക്യൂം പ്രഷർ ഇവിടെ റൈറ്റ് ലിംബ് ഇവിടെ 0 ആവാൻ കാരണം അതുകൊണ്ടാണ്. റൈറ്റ് ലിംബ് എംപ്റ്റി ആണ് ഇവിടെ, അല്ലെ? അപ്പൊ ഇവിടെ റൈറ്റ് ലിംബ് എംപ്റ്റി ആയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇവിടെ കിട്ടുന്ന പൈപ്പിന്റെ പ്രഷർ എത്രയായിരിക്കും? പൈപ്പിന്റെ പ്രഷർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, വിച്ച് മീൻസ് ഇറ്റ്സ് എ വാക്യൂം പ്രഷർ. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവാണ് ഈ പൈപ്പിനുള്ളിലുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇത് നെഗറ്റീവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളിക്കയറി പോയത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അതിന്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഹിയർ ഇവിടെ ഉണ്ട്. നമുക്ക് പ്രഷർ എടുത്തി പോയിന്റ് PA ആണ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഇൻ പൈപ്പ് എന്ന് പറയുന്നത് റോ 1 ആണെന്നിരിക്കട്ടെ. ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് ഇൻ ദി ലെഫ്റ്റ് ലിംബ് എന്ന് പറഞ്ഞാൽ H1 ആണ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദി ഹെവി ലിക്വിഡ് മെർക്കുറി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റോ 2 ആണ്. ഹൈറ്റ് ഓഫ് ദി ഹെവി ലിക്വിഡ് ഇൻ ദി റൈറ്റ് ലിംബിൽ നോക്കുമ്പോൾ എത്രയാണ്? H2 ആണ്. സോ പ്രഷർ എടുത്തി, സോ അക്കോർഡിംഗ് ടു ദി ഇക്വിലിബ്രിയം കണ്ടീഷൻ എങ്ങനെ വരും? ടോട്ടൽ പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻ ദി ടോട്ടൽ പ്രഷർ ഇൻ ദി റൈറ്റ് ലിംബ്. ഇവിടത്തെയും ഈ പ്രഷറും സെയിം ആണ്. ഓക്കെ, സോ എന്ത് വരും? PA പ്ലസ് റോ 1 ഇൻറ്റു GH1 ഈസ് ഈക്വൽ ടു PA പ്ലസ് PA എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രഷർ, പൈപ്പിലെ പ്രഷർ, പ്ലസ് റോ 1 ഇൻറ്റു GH1 ഈസ് ഈക്വൽ ടു റോ 2 ഇൻറ്റു G ഇൻറ്റു H2. അതായത് ഇവിടത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പൈപ്പിലെ പ്രഷറൊന്നുമില്ല, ജസ്റ്റ് എന്താണ് മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ ആ ലിക്വിഡ് കോളം മാത്രമുള്ളൂ, അല്ലെ? അറ്റ് ഹൈറ്റ് ഓഫ് H2. സോ റോ 2 ഇൻറ്റു G ഇൻറ്റു H2 അതാണെന്ത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ PA പ്ലസ് റോ 1 ഇൻറ്റു G ഇൻറ്റു H1 ഈസ് ഈക്വൽ ടു റോ 2 ഇൻറ്റു G ഇൻറ്റു H2. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? we will get the pressure at the pipe. So PA is equal to rho 2 G into H2 minus rho 1 into G into H1. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പൈപ്പിലെ പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? U2 മാനോമീറ്റർ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദി സിംഗിൾ കോളം മാനോമീറ്റർ. അപ്പൊ സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ കോൾഡ് മൈക്രോ മാനോമീറ്റർ. മൈക്രോ മാനോമീറ്റർ എന്നും കൂടി നമുക്കത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, so single column manometer is also known as micromanometer. So it is used for measuring low pressure with high accuracy. അപ്പൊ നമ്മൾ പീസോമീറ്റർ കണ്ടു. എന്തായിരുന്നു പീസോമീറ്റർ? പീസോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ പ്രഷർ വിത്ത് മീഡിയം ആക്യുറസി ആയിരുന്നെങ്കിൽ സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ വിത്ത് ഹൈ ആക്യുറസി ആണ്. സോ പിന്നെ നമുക്ക് ഇതിനകത്ത് എന്ന് വെച്ചാൽ ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ യൂട്യൂബ് മാനോമീറ്റർ ആയിട്ട്. എന്താണ്? there is a kind of reservoir is there. ഒരു റിസർവോയർ അതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു റിസർവോയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറൊരു ഡിഫറൻസും ഈ പറയുന്ന യൂട്യൂബ് മാനോമീറ്റർ ആയിട്ടില്ല. ആൻഡ് ഈ പറയുന്ന റിസർവോയറിന്റെ ആ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്ക് ഈ ഓർസിയറിന്റെ എക്സാംസിനൊക്കെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്.
shallow reservoir having a large cross-section area about 100 times as compared to the area of ഈ area of ട്യൂബിനേക്കാളും 100 times ആണ് ഈ റിസർവോയറിന്റെ ഏരിയ. ഏരിയ ഓഫ് ട്യൂബ് ഈ ഏരിയ ഓഫ് ഈ ഒരു ട്യൂബിനേക്കാളും 100 times ആണ് ഈ റിസർവോയറിന്റെ ഏരിയ. സോ കീപ് ഇൻ മൈൻഡ്. അതാണ് എന്ത് സിംഗിൾ കോളം മാനോമീറ്റർ ആൻഡ് ഓൾസോ നോൺ as മൈക്രോ മാനോമീറ്റർ ആൻഡ് it is used for measuring low pressure with high accuracy. And രണ്ട് ടൈപ്പ് ഉണ്ട്, വെർട്ടിക്കൽ മാനോമീറ്റർ ഉണ്ട്, ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ ഉണ്ട്. ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ അതായത് ഇൻക്ലൈൻഡ് ഷേപ്പ്, മറ്റേതാണെങ്കിൽ വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കും, ട്യൂബ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലേസ്ഡ് ആയിരിക്കും. So that's it. Then now we can talk about the differential manometer. എന്താണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് നോക്കാം. അപ്പോൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷ്യൽ നെയിം സജസ്റ്റ് എന്താണ്, ഒരു പൈപ്പിലെയോ ഒരു വെസലിലെയോ ഒരു രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ മെഷർ ഡിഫറൻസ് നമുക്ക് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ദ ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ 2 points in a pipe or in 2 different pipes. രണ്ട് പൈപ്സിലോ അല്ലെങ്കിൽ ഒരു പൈപ്പിലോ തന്നെ രണ്ട് പോയിന്റില് നമുക്ക് പ്രഷർ ഡിഫറൻസ് നമുക്ക് അറിയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ അതിന് രണ്ട് ടൈപ്പ് ഉണ്ട്, യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്, യൂട്യൂബ് ഇൻവെർട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ. എന്താണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ? അപ്പൊ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്താണ് രണ്ട് പൈപ്പ് ഇതുണ്ടാവും. ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ഇതിനകത്ത് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിൽ എന്തായിരുന്നു, ആകപ്പാടെ ഒരു പൈപ്പേ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, ഇവിടെ രണ്ട് ഒരെൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡും പൈപ്പിലേക്ക് ഫിക്സ് ചെയ്തേക്കുവാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നേരത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡും പൈപ്പിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അതായത് ഒരെൻഡ് മാത്രമാണ് പൈപ്പിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാക്കി അടുത്ത എൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രണ്ട് എൻഡും എന്താണ്, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ടു ദി പൈപ്പ് ഫോർ മെഷറിംഗ് ദ പ്രഷർ. അപ്പൊ അതിനനുസരിച്ച് എന്താണ് കുറച്ച് വ്യത്യാസം നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു തിയറി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്തായിരിക്കും, ഇപ്പൊ നമ്മൾ ഒരു റെഫറൻസ് ലൈൻ എടുക്കുന്നു, ആ റെഫറൻസ് ലൈൻ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രഷർ മെഷർ ചെയ്യുന്നു, ജസ്റ്റ് അതിന്റെ ഡിഫറൻസ് കാണുന്നു. അപ്പൊ ഇവിടെയാണെങ്കിലോ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. ഈ റെഫറൻസ് ലൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രഷർ കാണും. അപ്പൊ ലെറ്റ് ഇറ്റ് ബി, ഇത് എ ആണ്, ഇത് ബി ആണെന്നിരിക്കട്ടെ. ഓക്കെ, സോ ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് പൈപ്പ് ബി. സോ ഇതിന്റെ പ്രഷർ ആണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യും? സോ പി എ പ്ലസ് ദിസ് ഹൈറ്റ്, പി എ പ്ലസ് പിന്നെ എന്താണ് പ്രഷർ ഓഫ് ദിസ് ലിക്വിഡ്, ഈ ലിക്വിഡിന്റെ പ്രഷർ കണ്ടുപിടിക്കും. സോ എന്ത് സംഭവിക്കും, പി എ പ്ലസ് ഇത് H1 plus H ആണ്. അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി ρ1 ആണ് തിരിക്കട്ടെ. സോ ρ1 ഇൻറ്റു ജി ഇൻറ്റു H1 പ്ലസ് എച്ച്. അതാണ് ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എന്ന് പറയുന്നത്, പി എ പ്ലസ് ρ1 ഇൻറ്റു ജി ഇൻറ്റു H1 പ്ലസ് എച്ച്. ഓക്കെ, ഇനി നോക്കുവാണെങ്കിൽ റൈറ്റ് ലിംബിലെ പ്രഷർ എന്താണ്, റൈറ്റ് ലിംബിലെ പ്രഷർ അങ്ങനെ വരും. റൈറ്റ് ലിംബിലെ പ്രഷർ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് നത്തിങ് ലൈക്ക് പി ബി പ്ലസ് എന്താണ് ρ2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് ρ3 ഇൻറ്റു ജി ഇൻറ്റു H1. ഇതാണ് എന്ത് റൈറ്റ് സൈഡിലെ. സോ രണ്ട് ഡിഫറെന്റ് ഫ്ലൂയിഡ് ആയതുകൊണ്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഡെൻസിറ്റി ആയിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഡിഫറൻസ് ഇൻ പ്രഷർ കണ്ടുപിടിക്കേണ്ടത്. അതായത് പി എയുടെയും പി ബിയുടെയും ഡിഫറൻസ് ഇൻ പ്രഷർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എ മൈനസ് പി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ പി എ മൈനസ് പി ബി ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഒറ്റ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരുന്നു, ബാക്കിയെല്ലാം ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ വെച്ച് സോൾവ് ചെയ്യുന്നു. ഹെൻസ് ലൈക്ക് വൈസ് വി ആർ ഫൈൻഡിങ് എന്താണ് ദി പ്രഷർ മെഷർ, ദി ഡിഫറൻഷ്യൽ പ്രഷർ. ഓക്കെ, അതാണ് എന്താണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുന്നത്. സോ നൗ വാട്ട് ഈസ് ദി യൂട്യൂബ് ഇൻവെർട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ? അപ്പൊ സിമ്പിൾ ആണ്. എന്താണ് യൂട്യൂബ് ഇൻവെർട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പറയുന്ന ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ ഇൻവെർട്ടർ സ്റ്റേജിലേക്ക് മാറ്റുന്നു. സോ ഇൻ സച്ച് ടൈപ്പ് ഓഫ് മാനോമീറ്റേഴ്സ് ലൈറ്റ് ഫ്ലൂയിഡ്സ്, ഫോർ എക്സാമ്പിൾ ഓയിൽ ഈസ് യൂസ്ഡ് ആസ് മാനോമെട്രിക് ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഹെവി ലിക്വിഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമുക്ക് ലൈറ്റ് ലിക്വിഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഹെവി ലിക്വിഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. വി ആർ ഓൺലി യൂസിങ് ദി ലൈറ്റ് ഫ്ലൂയിഡ്സ് ലൈക്ക് സച്ച് ആസ് ഓയിൽ. അപ്പൊ നമുക്ക് മെർക്കുറി ഒന്നും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇൻവെർട്ടർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ. സോ നമുക്ക് ലൈറ്റർ ഫ്ലൂയിഡ്സ് നമുക്ക് ഇതിന് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ, കാരണം അത് ഇൻവെർട്ടഡ് ഷേപ്പിലായതുകൊണ്ട് തന്നെ. അപ്പൊ ലൈറ്റർ ഫ്ലൂയിഡ് വെച്ച് പ്രവർത്തിക്കുന്ന ഏതാണ് യൂട്യൂബ് ഇൻവെർട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. സോ കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് അബൌട്ട് ദി മാനോമീറ്റേഴ്സ്.
So we are done with the pressure measuring devices. നമ്മൾ മാനോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ ഗേജസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മെക്കാനിക്കൽ ഗേജസ് മാത്രമാണ് നമ്മൾ ഡീൽ ചെയ്തത്. വി ആർ നോട്ട് ഗോയിങ് ടു ഡീൽ വിത്ത് മാനോമീറ്റേഴ്സ് മാത്രമാണ് നമ്മൾ ഡീൽ ചെയ്തത്. മെക്കാനിക്കൽ ഗേജസ് നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ടു ഡീൽ വിത്ത് ദാറ്റ് ബിക്കോസ് സിലബസിലില്ല. ഓക്കെ, so that's about the pressure measurement. Okay, now we can move to the total pressure and center of pressure. എന്താണ് ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രഷർ എന്ന്? ഫോർ എക്സാമ്പിൾ നമ്മൾ ടോട്ടൽ പ്രഷർ സിംപ്ലി പറയുവാണെങ്കിൽ അങ്ങനെ പറയാം, നമുക്കൊരു എന്താണ്, ഇമാജിൻ ദർ ഇസ് എ സർഫസ് ആൻഡ് ദി സർഫസ് നമ്മൾ അതിനകത്ത് ഒരു ഫ്ലൂയിഡ് റെസ്റ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. സോ ഈ ഫ്ലൂയിഡ് റെസ്റ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഈ പറയുന്ന സർഫസിന് ഇമ്പാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രഷർ, അതാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. സോ സിംപ്ലി നമുക്ക് എന്ന് പറയാം, when a static fluid comes in contact with any surface, either planed or curved, പ്ലെയിൻ ആയിക്കോട്ടെ curved surface ആയിക്കോട്ടെ, a force is exerted by the fluid on the surface. ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആ സർഫസിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? സിംപ്ലി ഇത് ടോട്ടൽ ഫോഴ്സ്, പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ത്രസ്റ്റ് എന്ന് പറയും. സോ എന്താണ് ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്? ആ ഒരു സർഫസിലേക്ക് ആ ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന force, and that's simply called a total pressure or hydrostatic force or thrust. Okay, അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. And now, and what is the center of pressure? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സെന്റർ ഓഫ് പ്രഷർ? നമുക്കറിയാം, സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ is the top point of application of total pressure. പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷറിനാണ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഇരിക്കുന്നു, ആ ഫ്ലൂയിഡ് സർഫസിൽ റെസ്റ്റ് ചെയ്യുന്നു. ആ റെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞു നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞത്. അപ്പൊ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ആ സെന്ററിൽ ആ ഒരു പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദി അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് എന്ത്? ആ ഒരു ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ത്രസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിനാണ് നമുക്ക് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാൻ കാര്യമാണ്. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് അബൌട്ട് ദി ടോട്ടൽ പ്രഷർ ആൻഡ് സെന്റർ ഓഫ് പ്രഷർ. Okay, now we are moving to the next topic, buoyancy. Okay, buoyancy എന്താന്ന് നോക്കാം. So buoyancy is also known as buoyant force. Okay, അപ്പോൾ buoyancy എന്ന് പറയുന്നത് buoyant force is also known as buoyant force. So it is a force exerted on an object that is wholly or partly immersed in a fluid. Okay, അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് പഴയകാല ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബോയൻസി, ബോയന്റ് ഫോഴ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ എന്താണ് ബേസിക്കലി ബോയൻസി അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഇമാജിൻ നമ്മളൊരു ഒരു ബോഡി ഫുള്ളി സബ്മേർജ്ഡ് അല്ലെങ്കിൽ പാർട്ട്ലി ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു സർഫസിലേക്ക് ഒരു ബോഡി, അത് പാർട്ട്ലി സബ്മേർജ്ഡ് അല്ലെങ്കിൽ ഫുള്ളി സബ്മേർജ്ഡ് ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, there is a kind of upward force is acting on it. ആ ഒരു ഫ്ലൂയിഡിലേക്ക്, ആ ഒരു ബോഡിയിലേക്ക് ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിനാണ് നമ്മൾ ബോയൻസി അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്ലോട്ടിംഗ് ബോഡി അല്ലെങ്കിൽ ഒരു സബ്മേർജ്ഡ് ബോഡി അല്ലെങ്കിൽ ഒരു പാർട്ട്ലി സബ്മേർജ്ഡ് ബോഡി, ആ ബോഡിയിലേക്ക് ഫ്ലൂയിഡ് ഓഫർ ചെയ്യുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ്, ആ ഫ്ലൂയിഡ് ഓഫർ ചെയ്യുന്ന ഒരു അപ്വേർഡ് ഫോഴ്സിനാണ് നമ്മൾ ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, നൗ എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ whenever a body is immersed in a fluid, either partially or fully, it experiences a net vertical force which is known as buoyant force. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു buoyant force എന്താന്ന്. ഓക്കെ, and the buoyant force is equal to the weight of fluid displaced by the body and it acts upward through the centroid of the displaced volume. The buoyant force എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആയിരിക്കും? ആ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ഓർ സിംപ്ലി നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒരു കേസ് പറയാം. ഇമാജിൻ എ വാട്ടർ, എ ബക്കറ്റ് വിച്ച് ഈസ് ഫുള്ളി ഫിൽഡ് വിത്ത് വാട്ടർ. ആ ബക്കറ്റ് എന്ന് പറയുന്നത് ഫുള്ളി ഫിൽഡ് വിത്ത് വാട്ടർ ആണ്. ഓക്കെ, അങ്ങനെ ഫുള്ളി ഫിൽഡ് ആയിട്ടിരിക്കുന്ന വാട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എന്തെങ്കിലും ഒരു ആയിക്കോട്ടെ, ഒരു മെറ്റാലിക് പീസ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു വുഡൻ പീസ് നമ്മൾ അതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഇടുമ്പോൾ സംഭവിക്കും, സം വാട്ടർ വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. അതായത് ഈ പറയുന്ന വോളിയം ഓഫ് ദി ബോഡിക്ക് ഈക്വലന്റ് ആയിട്ട് ഈ പറയുന്ന വാട്ടർ ഡിസ്പ്ലേസ് ചെയ്താൽ മാത്രമേ അതിനെ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഈ ഒരു ബോഡിക്ക്, ഈ ഒരു ബോഡിയുടെ വോളിയത്തിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇതിനകത്ത് ഈ ഒരു ബോഡിനകത്ത് ഒക്യുപ്പൈഡ് ആവണമെങ്കിൽ എന്താണ്? അത്രത്തോളം സ്പേസ് വേണ്ടി വരും, അല്ലെ? അപ്പൊ ആ ഒരു ഇത്രത്തോളം സ്പേസ് വേണ്ടി വരുമെങ്കിൽ അത്രത്തോളം വോളിയം ഡിസ്പ്ലേസ് ആയാൽ മാത്രമേ ഈ ബോഡിക്ക് ഇതിലേക്ക് ഈ ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ദ വോളിയം ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു ദി വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്, അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ. വാട്ടർ ആണെങ്കിൽ ആ വാട്ടർ വോളിയം ഓഫ് ദി വാട്ടർ ഈസ് ഈക്വൽ, വോളിയം ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അത്രത്തോളം വാട്ടർ, അത്രത്തോളം ആ ബോഡിയുടെ അത്രത്തോളം വോളിയം ഡിസ്പ്ലേസ് ചെയ്താൽ മാത്രമാണ്, ആ അത്രയും വാട്ടർ ഡിസ്പ്ലേസ് ചെയ്താൽ മാത്രമാണ് അതിന് ബോഡിക്ക് ഇതിനകത്തേക്ക് നമുക്ക് സ്പേസ് കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും ആക്ച്വലി പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു ദി വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. നമ്മൾ അതിലേക്ക്, അപ്പൊ അങ്ങനെയാണ് അത് കൂടാതെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് the buoyant force is equal to the weight of fluid displaced by the body. അതായത് ആ ഒരു വെയിറ്റ് എന്താണ്? വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ഇത് തന്നെ ഫ്ലൂയിഡ് ആയിക്കോട്ടെ, അതിന്റെ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഇക്വലന്റ് ആയിരിക്കും ജനറേറ്റ് ചെയ്ത ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ രണ്ട് ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി liquid displaced or fluid displaced, and the buoyant force is equal to the weight of fluid displaced by the body, and it acts upward through the centroid of the displaced volume. Okay, ഇനി എന്താണ് കുറച്ചും കൂടെ നമുക്ക് ഇത് പറയുകയാണെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ബോയൻസി നോക്കുകയാണെങ്കിൽ, ഇനി എന്താണ് സെന്റർ ഓഫ് ബോയൻസി നോക്കാം. സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞത്. ആൻഡ് ഇറ്റ് കോയിൻസൈഡ് വിത്ത് സെൻട്രോയിഡ് ഓഫ് കോളി സബ്മർജ്ഡ് ബോഡി ഓഫ് ദി ഹോമോജിനസ് പൊസിഷൻ. അതായത് നമ്മളിപ്പോ ഒരു ബോഡി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബോഡി നമ്മൾ എടുക്കുന്നു, കൺസിഡർ ഒരു ബോഡി. ഓക്കെ, ആ ബോഡി എന്ന് പറഞ്ഞാൽ ഹാഫ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് അല്ല, പാർട്ട്ലി സബ്മേർജ്ഡ് ഇൻ വാട്ടർ ആണെന്ന് ഇരിക്കട്ടെ, പാർട്ട്ലി സബ്മേർജ്ഡ് ഇൻ വാട്ടർ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോഡിയുടെ ആ ഒരു ഇതിന്റെ സെന്റർ ഓഫ് ബോയൻസി എവിടെയായിരിക്കും? ഇത് ഈ പറയുന്ന കൺസെപ്റ്റ് ഓഫ് ബോയൻസി പ്രകാരം അതിന്റെ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ആ സബ്മേർജ്ഡ് വോളിയത്തിന്റെ സെന്ററിലായിരിക്കും. സബ്മേർജ്ഡ് വോളിയത്തിന്റെ സെന്ററിലായിരിക്കും. ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ദിസ് ഈസ് ദി ബോഡി. ഈ ബോഡിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്നിരിക്കട്ടെ. ഇതിന്റെ സബ്മേർജ്ഡ് പോർഷന്റെ ഹൈറ്റ് എത്രയാണെന്നിരിക്കട്ടെ, 0.5 മീറ്റർ ആണെന്നിരിക്കട്ടെ. ഇതിന്റെ സബ്മേർജ്ഡ് പോർഷന്റെ ഹൈറ്റ്. ഓക്കെ, സബ്മേർജ്ഡ് പോർഷന്റെ ഹൈറ്റ് 0.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ബോയൻസി എവിടെയായിരിക്കും? ഈ 0.5 മീറ്ററിന്റെ, അതായത് 0.25 അറ്റ് ഡെപ്ത് ഓഫ് 0.25 ആയിരിക്കും എന്ത്? സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. 0.25 ആയിരിക്കും സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ആക്ടിങ്. ഓക്കെ, കാരണം ആ ഒരു സബ്മേർജ്ഡ് പോർഷന്റെ ഇതാണ് എന്ത്? സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് സെൻട്രോയിഡ് ഓഫ് ദി ഹോളി സബ്മേർജ്ഡ് ബോഡി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സെന്റർ ഓഫ് ബോയൻസി ഇസ് ദ center of gravity of the submerged portion of the body. Center of buoyancy is the center of gravity of the body. അതായത് ഈ ഒരു ഇങ്ങനെ ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ ബോഡി ആണെങ്കിൽ അതിന്റെ നടുക്ക് വരും അല്ലെ? അപ്പോ അതേപോലെ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഇപ്പൊ സബ്മേർജ്ഡ് പോർഷൻ ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സബ്മേർജ്ഡ് പോർഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും സെന്റർ ഓഫ് ബോയൻസി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി സെന്റർ ഓഫ് ബോയൻസി. അപ്പൊ നമ്മൾ അതിന്റെ ഫ്ലോട്ടിംഗ് ബോഡി അല്ല, ഒരു സബ്മേർജ്ഡ് ബോഡി ആണെങ്കിൽ, ഫുള്ളി സബ്മേർജ്ഡ് ബോഡി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫുള്ളി സബ്മേർജ്ഡ് ബോഡി ആണെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി വിൽ കോയിൻസൈഡ് വിത്ത് ദി സെന്റർ ഓഫ് ബോയൻസി. അപ്പൊ ഒരു ഫുള്ളി സബ്മേർജ്ഡ് ബോഡി ആണെങ്കിൽ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി കോയിൻസൈഡ് വിത്ത് ദി സെന്റർ ഓഫ് ബോയൻസി അല്ലെ? ഓക്കെ, ഇനി ടേക്ക് ദ കേസ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി. അപ്പൊ എങ്ങനെയായിരിക്കും ഫ്ലോട്ടിംഗ് ബോഡിയുടെ ഒരു ഇതെങ്ങനെയായിരിക്കും? ഫ്ലോട്ടിംഗ് ബോഡി, ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഇഫ് എ ബോഡി ഈസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ, ദെൻ എന്തായിരിക്കും? അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെ? അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിന് ബോത്ത് ആർ സെയിം. ദാറ്റ് ഈസ് എന്താണ്? വെയിറ്റ് ഓഫ് ദി എൻറ്റയർ ബോഡി മസ്റ്റ് ബി ഈക്വൽ ടു ദി പോയിന്റ് ഫോഴ്സ്. പോയിന്റ് ഫോഴ്സും വെയിറ്റ് ഓഫ് ദി ബോഡിയും ഈക്വലന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? വിച്ച് ഈസ് വെയിറ്റ് ഓഫ് hello, okay, fine, 1 second. Okay,
So ഒരു ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിൽ the floor for floating bodies the weight of entire body must be equal to the buoyant force. Entire body of weight entire body weight എന്ന് പറയുന്നത് which is equivalent to buoyant force, which is the weight of fluid whose volume is equal to the volume of submerged portion of the floating. Okay. So floating ബോഡിയുടെ കേസിലാണെങ്കിൽ buoyant ഫോഴ്സും weight of the fluidum weight of the entire ബോഡിയും ഈക്വലന്റ് ആയിരിക്കും. ഇനി നമ്മളത് ഒരു ബോഡി ഒരു ഇനി സിങ്ക് ആവുകയാണെങ്കിൽ എന്താണ് പറയുന്ന weight of the body buoyant ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അത് നമുക്കറിയാം, ജസ്റ്റ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് ബോയൻസി അതിനെ കുറിച്ച് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിയാനുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ബോയന്റ് ഫോഴ്സ് എന്താന്ന് കണ്ടു, പിന്നെ അതുപോലെ തന്നെ സെന്റർ ഓഫ് ബോയൻസി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബോഡിയിലും സബ്മേർജ്ഡ് ബോഡിയിലും എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കി. ഓക്കെ, ഓക്കെ, now let's move to the stability conditions of completely submerged bodies under angular deflection. അപ്പൊ ഇനി ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു ബേസിക് ആസ് പെർ സ്പീസീസ് കൺസേൺസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ആണ് ഫോർ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡീസ് കാര്യമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി ആണെങ്കിൽ ഇതിന്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാം, എന്തൊക്കെ അനുസരിച്ചിരിക്കും. സോ ഒരു ഫുൾ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എങ്ങനെയായിരിക്കണം എന്നാണ്. ബി ഷുഡ് ബി എബവ് ദി ജി, the buoyant force should be above the center of buoyancy should be above center of gravity. B should be always above G, stable equilibrium. See the first നോക്കുക, സെന്റർ ഓഫ് ബോയൻസി ഉണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് വിച്ച് ഈസ് അപ്വേർഡ് ഫോഴ്സ് ആണ് സെന്റർ ഓഫ് ബോയൻസി, അല്ലെ? സെന്റർ ഓഫ് ബോയൻസി അപ്വേർഡ് ഫോഴ്സ് ആണ്. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം, ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യുന്ന എന്താണ് നമ്മുടെ വെയിറ്റ്. ഓക്കെ, അത് ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ സെന്റർ ഓഫ് ബോയൻസി അപ്വേർഡ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഡൗൺവേർഡ്. സോ ഇഫ് വി ഗീവ് എ ആംഗുലാർ ഡിഫ്ലക്ഷൻ, ആംഗുലാർ ഡിഫ്ലക്ഷൻ നമ്മൾ ക്ലോക്ക് വൈസ് ഡിഫ്ലക്ഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ, ദി സെന്റർ ഓഫ് ബോയൻസി ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പോയിന്റ് മാറുന്നില്ല. ഓക്കെ, ആൻഡ് സെന്റർ ഓഫ് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ഫോം എ കപ്പിൾ, അല്ലെ? ആ ഒരു കപ്പിൾ ഫോം ചെയ്യും. അതായത് സെന്റർ ഓഫ് ബോയൻസി ഫോഴ്സ്, കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദി ടു സെയിം ഫോഴ്സസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി, അല്ലെ? അപ്പൊ ഒരു കപ്പിൾ അങ്ങനെ ഫോം ചെയ്യും. ആ ഒരു കപ്പിൾ ഫോം ചെയ്യും എന്തിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, ഈ പറയുന്ന ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, അല്ല ആ ഒരു റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആന്റി ക്ലോക്ക് വൈസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കപ്പിള് ഫോം ചെയ്തേക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ കപ്പിൾ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ കം ടു ദി സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പൊ ആ ഒരു ബോഡി അതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരും. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഒന്ന് ജസ്റ്റ് നോക്കി, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ കാണുന്നത് ജി ഈസ് ബി ബി ജി, ജിയേക്കാൾ ജിയുടെ താഴെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പോയിന്റ്, താഴെയാണ് സെന്റർ ഓഫ് ബോയൻസി. ബട്ട് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് എന്താണ്, അപ്പോഴ് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോഴ് ഫോഴ്സ് ആണ്, മറ്റേത് ഡൗൺവേർഡ് ഫോഴ്സ്. സോ നമ്മളൊരു റൊട്ടേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുക്കുകയാണെന്നിരിക്കട്ടെ, അപ്പൊ എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യുന്ന കപ്പിളും എന്തിലാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കപ്പിൾ ഫോം ചെയ്തേക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും, ആ ഒരു കപ്പിളിന്റെ ഫോർമേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും താഴേക്ക് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകേണ്ട തന്നെ അത് പിന്നെയും ആ ഒരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അതാണ് സംഭവിക്കുന്നത്. സോ അതാണ് ഈ പറയുന്ന സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി stability condition of the completely submerged body. Okay, ini now let's see what is metacenter. എന്താണ് metacenter? See, നമുക്ക് രണ്ട് ഒരു ബോഡി ഉണ്ട് which is floating in water. ഇപ്പൊ metacenter എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, metacenter is a property which is only for the floating bodies. Floating bodies മാത്രം ഉള്ള ഒരു ഇതാണെന്ത് മെറ്റാസെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് മെറ്റാസെന്റർ എന്ന് പറയുന്നത്? സോ മെറ്റാസെന്റർ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സീ നമ്മളൊരു വെസൽ ഉണ്ട്. ഓക്കെ, ആ വെസലിൽ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, സെന്റർ ഓഫ് ബോയൻസി ഉണ്ട്. നൗ
we are giving a tilting in the clockwise direction. നമ്മളൊരു clockwise direction tilting കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, tilting കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മെറ്റാ സെന്റർ അവിടെ തന്നെ ജി ആൻഡ് ബോയൻസി. ബോയൻസിയുടെ എന്താണ് ആ ഒരു പൊസിഷൻ മാറും. എന്തുകൊണ്ടാണ് ബോയൻസിയുടെ പൊസിഷൻ മാറുന്നത്? വൈ? ബിക്കോസ് നമുക്കറിയാം വോളിയം ഓഫ് ദി സെന്റർ ഓഫ് ബോയൻസി ഇസ് ദി സെൻട്രോയിഡ് ഓഫ് ദി സബ്മേർജ്ഡ് പോർഷൻ അല്ലെ. സബ്മേർജ്ഡ് പോർഷന്റെ എന്താണ് ആ ഒരു ഇത് മാറുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മാറുമല്ലോ, വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മാറുന്നു. സോ സ്വാഭാവികമായിട്ടും സെന്റർ ഓഫ് ബോയൻസി ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യും. ബട്ട് ജി എന്ന് പറയുന്നത് സ്റ്റേബിൾ അവിടെ തന്നെ നിൽക്കും, ആ ഒരു പോയിന്റ് മാറി. സോ മെറ്റാ സെന്റർ എന്ന് പറയുന്നത് it is a point at which the body starts oscillating. ബോഡി ഓസിലേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, നമ്മൾ അങ്ങനെ ഒരു ടിൽറ്റിംഗ് കൊടുത്തു കഴിയുമ്പോൾ ആ ബോഡി ഓസിലേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബോഡി ഒരു ഓസിലേറ്റിംഗ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതിനെയാണ് നമ്മൾ മെറ്റാ സെന്റർ എം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി മെറ്റാ സെന്റർ. അപ്പൊ മെറ്റാ സെന്റർ അതാണ്. കുറച്ചും കൂടി നമുക്ക് ഇതായിട്ട് പറയുകയാണെങ്കിൽ, so what is metacentric height m gm is a distance between center of gravity and the metacenter. Center of gravity metacenter തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ഈ പറയുന്ന metacentric height എന്ന്, which is the intersection point of the lines of action of buoyant force through the body before and after rotation. ഓക്കെ, കുറച്ചും കൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, which is intersection point of, അതായത് നമ്മൾ ജി എം ചെയ്യുന്നു. അപ്പൊ നമ്മളത് പറയുകയാണെങ്കിൽ ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ബോയന്റ് ഫോഴ്സ് ത്രൂ ദി ബോഡി ബിഫോർ ആൻഡ് ആഫ്റ്റർ റൊട്ടേഷൻ. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ റൊട്ടേഷൻ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഇത് വരയ്ക്കുകയാണെങ്കിൽ, ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു പോയിന്റ്, ആ ലൈൻ രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് എന്ത് ഈ പറയുന്ന മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. അതായത് see this is the line. Okay, and then in the body if we are when after applying the rotation it will be like this. Okay, and this. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ബി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബി എന്നൊരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ലൈനിലേക്ക് വരയ്ക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ എം എന്ന് പറയുന്നത് എന്താണ്? എം എന്ന് പറഞ്ഞാൽ മെറ്റാ സെന്റർ. മെറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി is body the points at the point at which the body starts oscillating. Okay, ബസ് ഓസിലേറ്റിംഗ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത് മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഓഫ് ദി പാർഷ്യലി സബ്മേർജ്ഡ് ബോഡീസ് ആണ് പറയുന്നത്. അപ്പൊ പാർഷ്യലി സബ്മേർജ്ഡ് ബോഡീസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ബോഡീസ്, അതിന്റെ എന്താണ് പാർഷ്യലി സബ്മേർജ്ഡ് ബോഡീസിന്റെ എന്താണ് സ്റ്റെബിലിറ്റി കണ്ടീഷൻ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു തിരുത്തേണ്ടത് എന്തായിരുന്നു, മെറ്റാ സെന്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഫോർ ഫ്ലോട്ടിംഗ് ബോഡീസ്. സോ പാർഷ്യലി സബ്മേർജ്ഡ് ബോഡീസ്, ഫുള്ളി സബ്മേർജ്ഡ് ബോഡീസിന് എന്താണ് മെറ്റാ സെന്റർ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, മാറിപ്പോയതാണ്. പാർഷ്യലി സബ്മേർജ്ഡ് ബോഡീസ് ഉണ്ടായിരിക്കും മെറ്റാ സെന്റർ. ഫുള്ളി സബ്മേർജ്ഡ് ബോഡീസ് എന്താണ് മെറ്റാ സെന്റർ എന്ന് പറയാൻ ഒരു ഉണ്ടാവില്ല. ഓക്കെ, സോ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ സ്റ്റെബിലിറ്റി കണ്ടീഷൻ തീരുമാനിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി റിലേറ്റീവ് ലൊക്കേഷൻസ് ഓഫ് മെറ്റാ സെന്റർ ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഒരു പാർഷ്യലി സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ തീരുമാനിക്കുന്നത് ഏതൊക്കെ പോയിന്റ്സ് ആണ്? റിലേറ്റീവ് ലൊക്കേഷൻസ് ബിറ്റ്വീൻ മെറ്റാ സെന്റർ ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. മെറ്റാ സെന്ററും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേറ്റീവ് ലൊക്കേഷൻ ആണ് സ്റ്റെബിലിറ്റി കണ്ടീഷൻ തീരുമാനിക്കുന്നത്. പാർഷ്യലി സബ്മേർജ്ഡ് ബോഡി ഒരു സോ ഫോർ എ ഫ്ലോട്ടിംഗ് ബോഡി ടു ബി ഇൻ ഇക്വിലിബ്രിയം എന്തൊക്കെയായിരിക്കും? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ ദ പോയിന്റ് എം ഷുഡ് ബി എബവ് ദി പോയിന്റ് ജി. അതായത് മെറ്റാ സെന്റർ എന്ന് പറയുന്ന എപ്പോഴും സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മുകളിലായിരിക്കണം. ആൻഡ് ദസ് ജി എം ഈസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ജി എം പോസിറ്റീവ് ആയിരിക്കും. ദ ലാർജർ ദ ജി എം ദ മോർ സ്റ്റേബിൾ ദ ഫ്ലോട്ടിംഗ് ബോഡി. എത്രത്തോളം ആ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഉണ്ടോ അത്രത്തോളം എന്താണ് ബോഡിക്ക് ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജി എം എന്ന് പറയുന്ന ആ ഒരു ഹൈറ്റ്, മെറ്റാസെൻട്രിക് ഹൈറ്റ് വളരെ ലെസ് ആണെങ്കിൽ എന്താണ് ഓസിലേറ്റ് ചെയ്യാൻ വളരെ കുറച്ചുള്ളൂ. സോ ഓവർടേൺ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. സോ മെറ്റാസെൻട്രിക് എന്തോരം ഹൈറ്റ് ഉണ്ടോ അത്രത്തോളം ആ ഒരു ബോഡിക്ക് ഓസിലേറ്റ് ചെയ്യാനായിട്ട്, ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്രത്തോളം അതിന് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് അൺസ്റ്റേബിൾ ആണെങ്കിൽ എന്താണ് എം ദ പോയിന്റ് എം ഷുഡ് ബി ബിലോ ജി. ഓക്കെ, അപ്പോ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ പോയിന്റ് എം എന്ന് പറയുന്നത് ജിനേക്കാളും താഴെ ആയിരിക്കും. ഓക്കെ, ആൻഡ് അൺന്യൂട്രൽ എന്ന് പറയുമ്പോൾ പോയിന്റ് എം ഷുഡ് ബി കോയിൻസൈഡ് വിത്ത് ജി. ഓക്കെ, അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയം മാത്രം പഠിച്ചു വയ്ക്കുക. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എം ഷുഡ് ബി അബവ് ജി, എം ജി എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ജി എം പോസിറ്റീവ് ആയിരിക്കും സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ. അൺസ്റ്റേബിൾ ആണെങ്കിൽ പോയിന്റ് എം എന്ന് പറഞ്ഞാൽ ജിന് താഴെ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.
അതാണ് എന്ത്. അപ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബോയൻസി, അതുപോലെ തന്നെ സെൻട്രൽ ബോയൻസി, ദെൻ അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ, പിന്നെ മെറ്റാസെൻട്രിക് ഹൈറ്റ്, സ്റ്റെബിലിറ്റി കണ്ടീഷൻ പറഞ്ഞു. ഓക്കെ, now we can talk about the types of fluid flow. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് ഫാർ ആസ് ദിസ് ഈസ് കൺസേൺഡ്, ഇത് ഒരു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പല പല ഫ്ലോസിനെ പരിചയപ്പെടാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. സോ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഒരു ടൈമിന്റെ ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. സോ എന്താണ് സ്റ്റഡി ഫ്ലോ? സോ എ ഫ്ലോ ഈസ് സെഡ് ടു ബി സ്റ്റഡി if different fluid properties such as and fluid velocity does not change with respect to time. അതായത് ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഡു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അതിന്റെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. ഓക്കെ, അതായത് എ ഫ്ലൂയിഡ് സെഡ് ടു ബി സ്റ്റഡി ഫ്ലോ if different fluid properties and the fluid velocity does not change with respect to time. ടൈം വെച്ച് എന്ത് ചെയ്തില്ല, അത് വരികയില്ല. ഓക്കെ ഓക്കെ സോ മാത്തമാറ്റിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? dr/dt = 0, dv/dt = 0. ഇനി അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഫ്ലോ ഈസ് സെഡ് ടു ബി അൺസ്റ്റഡി ഫ്ലോ if different fluid properties and fluid velocity changes with respect to time. അതിന്റെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എങ്കിൽ അതിന്റെ ഫ്ലൂയിഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ടൈം വെച്ച് എന്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, but dr/dt is not equal to 0 and dv/dt is not equal to 0. അപ്പൊ as the time changes it will also changes. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ചേഞ്ച് ചെയ്യാണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ് എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. സോ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഫംഗ്ഷൻ ഓഫ് ടൈം. അടുത്ത യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. അപ്പൊ യൂണിഫോം ഫ്ലോ ആൻഡ് നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഇസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ്. ഒരു സ്പേസിന്റെ ഫംഗ്ഷൻ ആണ് അത്. ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ എന്താണ് ഡിഫറെന്റ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫ്ലൂയിഡ് വെലോസിറ്റീസ് ഡസ് നോട്ട് വേരി വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പൈപ്പിന്റെ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ എന്തായിരിക്കും ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസും ഫ്ലൂയിഡ് വെലോസിറ്റി എന്താണ് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂ എ കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ്. അപ്പൊ ആ ഒരു കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂ എ കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു ഇത് യൂണിഫോം ഫ്ലോ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ പറയുന്ന ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യില്ല. അപ്പൊ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിന് സെപ്പറേറ്റ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്താണ് ആ ഒരു സ്പേസിൽ വേരി ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി സ്റ്റഡി ഫ്ലോ, യൂണിഫോം ഫ്ലോ. ഓക്കെ, ഇനി അടുത്ത് കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. കംപ്രസിബിലിറ്റി ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഡെൻസിറ്റി ആണ്. കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോ, ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് വേരി ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രഷർ. സോ നമ്മളിപ്പോ അതാണ് ഇപ്പൊ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി ഒരു ഫ്ലൂയിഡിന്റെ വേരി ചെയ്യുന്നതിനാണ് നമ്മൾ കംപ്രസീവ് ഫ്ലോ. ദ ഫ്ലോ ഇൻ വിച്ച് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രഷർ. അപ്പൊ നമുക്കറിയാം ഈ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഗ്യാസസിന്റെ ആ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എയർ ഒക്കെയാണ്. അപ്പൊ എയർ ഇപ്പൊ ഏത് മീഡിയത്തിൽ ഇരിക്കുന്നോ അതനുസരിച്ചിരിക്കും അതിന്റെ ഡെൻസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന്റെ ഡെൻസിറ്റി വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ ഡെൻസിറ്റി വ്യത്യാസം വരുന്ന ഒരു ഫ്ലോനെ നമ്മൾ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയും. അപ്പൊ ഫ്ലോ ഓഫ് ഗ്യാസസ് നമുക്ക് കംപ്രസിബിൾ ഫ്ലോ ആയിട്ട് പറയാം. ഇനി ഇൻകംപ്രസിബിൾ ഫ്ലോ. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡെൻസിറ്റി ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രഷർ. ചേഞ്ച് ഇൻ പ്രഷർ മൂലം ഒന്നും സംഭവിക്കില്ല, ഡെൻസിറ്റി ചേഞ്ച് ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വാട്ടർ ഏത് മീഡിയത്തിൽ പ്ലേസ് ചെയ്താലും അതിന്റെ ഡെൻസിറ്റി പറഞ്ഞാൽ 1000 കിലോഗ്രാം പറഞ്ഞിട്ട് വാട്ടർ, പ്യുവർ വാട്ടർ അതിന്റെ അത് ഏത് നമ്മൾ മീഡിയത്തിൽ നമ്മൾ അത് പ്ലേസ് ചെയ്തോ എന്ത് ചെയ്തില്ല, അതിന്റെ ഡെൻസിറ്റി വേരി ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതാണ് ബേസിക്കലി ഇൻകംപ്രസിബിൾ ഫ്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത് 1, 2 and 3 dimensional ഫ്ലോ. സ്വാഭാവികമായിട്ട് എന്താണ് അറിയാം, 1 dimensional എന്ന് പറഞ്ഞാൽ ഇൻ ദി ടൈപ്പ് ഓഫ് ഫ്ലോ ദ ഫ്ലൂയിഡ് ഫ്ലോസ് ഓൺലി ഇൻ 1 dimension. അതായത് എക്സ്, വൈ, ഇസഡ് എന്ന് പറഞ്ഞ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ സെഡ് ഡയറക്ഷൻ ഏതെങ്കിലും ഒരു ഇതിനായിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസിന് കമ്പോണൻസ് ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി കമ്പോണന്റ് ആണെങ്കിൽ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. 2 dimension ആണെങ്കിലോ എനി ഓഫ് ദി 2 dimensions, 2 dimension എക്സ് വൈയോ പ്ലെയിൻ ഇതിൽ എക്സ് വൈയോ വൈ സെഡോ അല്ലെങ്കിൽ എക്സ് സെഡ്, എനി ഓഫ് ദി 2 dimension. അടുത്ത 3 dimensional ഫ്ലോ ആണ്. 3 dimensional ഫ്ലോ എങ്ങനെയായിരിക്കും? ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ ഓൾ ദി 3 dimensions. അതിന്
ഇപ്പോൾ വെലോസിറ്റി കമ്പോണന്റ് എടുക്കുകയാണെങ്കിൽ അതിന് എക്സ് കമ്പോണന്റ് ഉണ്ടാവും, വൈ കമ്പോണന്റ് ഉണ്ടാവും, സെഡ് കമ്പോണന്റ് ഉണ്ടാവും. അതാണ് എന്ത് 3-dimensional flow. Now, what is laminar flow and turbulent? എന്താണ് ലാമിനാർ ഫ്ലോ? നമ്മൾ ഫ്ലൂയിഡിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ആർ അസ്യൂമിംഗ് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ലെയേഴ്സ്, അല്ലെ, ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് പറയാം. സോ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് the flow of fluid smooth and highly ordered. The fluids layer move parallel to each other and do not cross each other. അതായത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ഏറ്റവും വെൽ ഡിഫൈൻഡ് പാത്ത് ആയിരിക്കും, പാർട്ടിക്കിൾസ് പോകുന്നത് വെൽ ഡിഫൈൻഡ് പാത്തിലൂടെ ആയിരിക്കും. അതായത് അതിന്റെ ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അരുവി കൂടെയൊക്കെ പോകുന്ന ജസ്റ്റ് നല്ല ഈ സ്മൂത്ത് ആയിട്ട് ഒഴുകുന്ന, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഫ്ലോസ് അല്ല. അതായത് ഒരു കോൺസ്റ്റന്റ് ഡയമീറ്റർ ഉള്ള പൈപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു കൺട്രോൾ ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടർ, അതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരിക്കും, വെൽ ഡിഫൈൻഡ് പാത്ത് ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഡിസ്റ്റർബൻസസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയും. പക്ഷെ ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡിസോർഡർഡ് ഫ്ലോ ആണ്, അതായത് സിഗ്സാഗ് മാനറിലൊക്കെ ആയിരിക്കും പോകുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന്റെ ഏറ്റവും ബേസിക് എക്സാമ്പിൾ എന്താണ്? തിരമാല അടിക്കുന്നത്. അപ്പൊ അതൊരു അൺകൺട്രോൾഡ് ഫ്ലോ ആണ്. ആ അൺകൺട്രോൾഡ് ഫ്ലോയിൽ എന്ത് സംഭവിക്കും? ഒരുപാട് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അപ്പൊ ആ ഡിസ്റ്റർബൻസസ് മൂലം എന്താണ്? വാട്ടറിന് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വാട്ടറിന് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയാത്ത ആ ടൈപ്പ് ഓഫ് ഇതാണ് നമ്മൾ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. ടർബുലൻസി എന്ന് പറയുന്ന ആ ഒരു കയോട്ടിക് നേച്ചർ ആണല്ലേ. സോ എന്താണ്, ഒരു സിഗ്സാഗ് പാത്തിലൊക്കെ ആയിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഇനി ടെക്നിക്കലി നമുക്ക് എങ്ങനെ ലാമിനാർ ഫ്ലോ ആണ്, എങ്ങനെ ഒരു ഇത് ഫ്ലോ ലാമിനാർ ആണോ, എങ്ങനെയാണ് ടർബുലന്റ് ആണോ എന്ന് എങ്ങനെ നമുക്ക് ടെക്നിക്കലി ഫിക്സ് ചെയ്യാം? വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയമെൻഷൻലെസ് നമ്പർ കോൾഡ് റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അതൊരു ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് അറിയാം. അപ്പോൾ ഈ പറയുന്ന റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഏത് മീഡിയത്തിലാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ലാമിനാർ ഫ്ലോ ആണോ ടർബുലന്റ് ഫ്ലോ. റെയ്നോൾഡ്സ്. ഓക്കെ, അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ ലിമിറ്റ് വെക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പൈപ്പ് ഫ്ലോയിലാണെങ്കിൽ അത് നമ്മൾ പൈപ്പ് ഫ്ലോ പറയുന്നുണ്ട് റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 500 ആണെങ്കിൽ എന്താണ്, ലാമിനാർ ഫ്ലോ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 500 to 2000 ആണെങ്കിൽ എന്താണ്, അത് ട്രാൻസിഷണൽ ഫ്ലോ ആയിട്ടാണ് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിലോ അത് ടർബുലന്റ് ഫ്ലോ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഇനി ഓപ്പൺ ചാനൽ ആണെങ്കിൽ അതിന്റെ വാല്യൂസ് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചാനലിന്റെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ പൈപ്പ് ഫ്ലോയുടെ കാര്യമല്ല. ഓക്കെ, അത് നമ്മൾ അവിടെ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ടെക്നിക്കലി നമ്മൾ ലാമിനാർ ആണോ ഒരു ഫ്ലോ, ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് ഫിക്സ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ. ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റോ വി എൽ ബൈ മ്യൂ ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് എന്താണ്, ഇനർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. ഇനർഷ്യ ഫോഴ്സും വിസ്കസ് ഫോഴ്സും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫർദർ ആയിട്ട് കാണുന്നുണ്ട്. ടൈപ്സ് ഓഫ് ലൈൻസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ. അപ്പൊ ടൈപ്സ് ഓഫ് ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല തവണ ഓർച്ചിഡ് എക്സാംസിൽ ചോദിച്ചേക്കുന്നതാണ്. എന്താണ് പാത്ത് ലൈൻ? 3 ടൈപ്സ് ഓഫ് ലൈൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പാത്ത്. അപ്പൊ നമ്മൾ എങ്ങനെ ഫ്ലൂയിഡ് ഫ്ലോ ആണ് നമ്മൾ എങ്ങനെ ഈ ഇത് ചെയ്യുന്നു, അതായത് ഡിഫൈൻ ചെയ്യുന്നു ആ ഒരു ഫ്ലോനെ. അതിൽ അങ്ങനെ ആ ഒരു പാത്തിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? അതൊരു ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ഫ്ലോയിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മളത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ ഫ്ലൂയിഡ് ഫ്ലോവിനെ ബേസ് ചെയ്തിട്ടാണോ ആ ഒരു ഇത് പറയുന്നത്? അപ്പൊ നമ്മൾ എങ്ങനെ ആ ഒരു ഇതിനെ ഡിഫൈൻ ചെയ്യുന്നു, ആ ഒരു ഫ്ലോവിനെ? അപ്പൊ അതനുസരിച്ചാണ് നമുക്ക് വേണമെങ്കിൽ അത് പാത്ത് ലൈൻ വെച്ച് ചെയ്യാം, സ്ട്രീം ലൈൻ വെച്ചിട്ട് ചെയ്യാം, സ്ട്രീക്ക് ലൈൻസ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ പാത്ത് ലൈൻസ് എന്ന് പറഞ്ഞാൽ പാത്ത് ലൈൻ ഈസ് എ ട്രാജക്ടറി ട്രേസ്ഡ് ബൈ ദി സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഡ്യൂറിംഗ് ഇറ്റ്സ് ഫ്ലോ. അപ്പൊ പാത്ത് ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ആ ഒരു ഫ്ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ആ ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ട്രാജക്ടറി നമ്മൾ ട്രേസ് ചെയ്യും. ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ട്രാജക്ടറി ട്രേസ് ചെയ്തിരിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ഫ്ലോ ആണ് നമ്മൾ, അങ്ങനെയാണ് നമ്മൾ ഫ്ലോനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു നമ്മൾ പാത്ത് ലൈൻ എന്ന് പറയും. So it's giving a traveling history of the fluid element of a specific time period. A path line can intersect itself at a different time. അപ്പൊ ഒരു പാത്ത് ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ട്രാവലിംഗ് ഹിസ്റ്ററി ആണ്. അതായത് ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പാത്ത് ലൈനും അല്ലെങ്കിൽ സ്ട്രീക്ക് ലൈനൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ആ ഫ്ലോയിലെ പ്രോപ്പർട്ടീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലോ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ അതിനകത്ത് വെലോസിറ്റി ഉണ്ടാവും, ആക്സിലറേഷൻ കമ്പോണന്റും വെലോസിറ്റി കമ്പോണന്റ്, അതേപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് തെർമൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഗ്യാസ്,
അപ്പൊ നമുക്കറിയാം അത് തെർമൽ പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്. അപ്പൊ ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അതിന് തെർമൽ പ്രോപ്പർട്ടീസിന് പഠിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന്റെ വെലോസിറ്റി അറ്റ് എ പോയിന്റ്, ആ ഒരു പോയിന്റിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആക്സലറേഷൻ ആ ഒരു ഫ്ലൂയിഡിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ നമുക്ക് ഉണ്ടാക്കണം അല്ലെ. അപ്പൊ ആ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് തിയറീസ് ഫോളോ ചെയ്യണം. അപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ട്രാവലിംഗ് ഹിസ്റ്ററി ആയിരിക്കും നമ്മളായിട്ട് ആ ഒരു ഫ്ലൂയിഡ് ഫ്ലോനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എടുക്കും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും, പാത്ത് ലൈൻ എന്ന് പറയും അല്ലെ. അപ്പൊ ആ പാത്ത് ലൈൻ ആ പാത്ത് ലൈൻ വെച്ചിട്ട് നമ്മൾ ട്രാവലിംഗ് ഹിസ്റ്ററി നമ്മൾ ഇത് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് ടൈം പീരീഡ് നമ്മൾ എടുക്കുന്നു, ചൂസ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ പാത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നു. എന്തൊക്കെ? വെലോസിറ്റി കമ്പോണന്റ്, ആക്സലറേഷൻ കമ്പോണന്റ്, അതിന്റെ തെർമൽ പ്രോപ്പർട്ടീസ്, ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് പോയിന്റ്, ഇതേപോലത്തെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പാത്ത് ലൈൻസ്, അപ്പൊ അങ്ങനെ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആണ് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ പാത്ത് ലൈൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി ട്രാജക്ടറി ട്രേസ് ബൈ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഡ്യൂറിംഗ് ഇറ്റ്സ് ഫ്ലോ. ഇനി സ്ട്രീം ലൈൻസ് എന്താണ്? സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കർവ് യൂസ്ഡ് ഫോർ മോർ ഓഫൺ ദാൻ ദി പാത്ത് ലൈൻ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന, നമ്മളിപ്പോ നമ്മൾ ഫ്ലൂയിഡിന്റെ ഫ്ലോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രീം ലൈൻസ് ആണ്. അപ്പൊ ഇറ്റ്സ് എ കർവ് യൂസ്ഡ് മോർ ഓഫൺ ദാൻ പാത്ത് ലൈൻ. എന്താണ് സ്ട്രീം ലൈൻ നോക്കാം. സോ സ്ട്രീം ലൈൻ ഈസ് ആൻ ഇമാജിനറി കർവ് such that a tangent drawn on this curve represent the directions of instantaneous velocity at that point. അപ്പൊ നമ്മൾ ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ഒന്നും അല്ല നമ്മൾ എടുക്കുന്നത്. നമ്മളൊരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അല്ല നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത് ആ ഒരു ഫ്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ ഫ്ലോ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇമാജിനറി കർവ് ആണ് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഇമാജിനറി കർവിന്റെ ടാൻജന്റ്, അതിന്റെ കർവിലേക്ക് ഒരു ടാൻജന്റ് നമുക്ക് ഡ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്ട്രീം ലൈൻസ് കനോട്ട് ഇന്റർസെക്ട് ബിക്കോസ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കനോട്ട് ഹാവ് ടു ഡിഫറെന്റ് വെലോസിറ്റീസ് അറ്റ് ദി സെയിം ടൈം. അപ്പൊ ഒരു ഒറ്റ ടൈമിൽ എന്താണ്, രണ്ട് ഡിഫറെന്റ് വെലോസിറ്റീസ് പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്ട്രീം ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സ്ട്രീം ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യില്ല ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ. ഓക്കെ, അപ്പൊ സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇമാജിനറി കർവ് ആണ്. ആ ഒരു കർവിലേക്ക് ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, റെപ്രസെന്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ ആ ഒരു ടാൻജന്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഡയറക്ഷൻസ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി സ്ട്രീം ലൈൻ. ഓക്കെ, അടുത്തത് ഇനി സ്ട്രീക്ക് ലൈൻസ് ആണ്. എന്താണ് സ്ട്രീക്ക് ലൈൻസ്? അപ്പൊ അനദർ ഫോം ഓഫ് വിഷ്വലൈസേഷൻ ആണ്. അതായത് ആ ഫ്ലൂയിഡിന്റെ ഫ്ലോന്റെ ഒരു അനദർ ഫോം ഓഫ് വിഷ്വലൈസേഷൻ ആണ് എന്ത്, സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ദാറ്റ് ഹാവ് പാസ്ഡ് ത്രൂ എ ഫിക്സഡ് പോയിന്റ് ഓഫ് ദി ഫ്ലോ ഫീൽഡ്. അപ്പൊ നമ്മളൊരു ഫിക്സഡ് പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് പോയിന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫിക്സ് ചെയ്തേക്കുന്നതിന്റെ ആ ഒരു എന്താണ്, ഫിക്സഡ് പോയിന്റിലൂടെ ഫ്ലൂയിഡ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിനാണ് സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി അതിന്റെ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുകക്കുഴലിലൂടെ നമ്മൾ അത് ബേസിക്കലി പറയുന്നത് നമ്മുടെ ഈ എക്സോസ്റ്റ് ഇതിൽ കൂടെ എന്ത് ചെയ്യുന്നു, എക്സോസ്റ്റിൽ കൂടെ ഗ്യാസ് സ്മോക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകില്ലേ, ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു നമ്മൾ ആ ഒരു പുകക്കുഴലിലൂടെ ഇങ്ങനെ പുക പോകുന്ന കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രീക്ക് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രീക്ക് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ്, ഒരു ഫിക്സഡ് പോയിന്റ് നമ്മൾ ഫ്ലോ ഫീൽഡ് ചൂസ് ചെയ്യും. എന്നിട്ട് ആ ഫ്ലോ ഫീൽഡിൽ കൂടെ ഈ പറയുന്ന ഫ്ലൂയിഡ്സ് ഫ്ലോ ചെയ്യുന്നു, വാച്ച് ചെയ്യും. അപ്പൊ അതിന്റെ ആ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താണ്, ഒരു അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എ ഡൈ ഈസ് ഇൻജെക്റ്റഡ് ഇൻ ടു ദി ലിക്വിഡ് ഓർ സ്മോക്ക് ഇൻ ഗ്യാസ് അറ്റ് എ ഫിക്സഡ് പോയിന്റ് ഫ്ലോ ഫീൽഡ്. സോ ആ ഒരു നമ്മൾ ട്രേസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള ഒരു നേച്ചർ ആയിരിക്കും, ആ ഒരു ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി എന്താണ് സ്ട്രീക്ക് ലൈൻസ്. അതിന്റെ അതുപോലെ തന്നെ 2-3 പോയിന്റ് എടുക്കാനുള്ളത്. ഇൻ സ്റ്റഡി ഫ്ലോ ദർ ഇസ് നോ ജോമെട്രിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ പാത്ത് ലൈൻ, സ്ട്രീം ലൈൻ ആൻഡ് സ്ട്രീക്ക് ലൈൻ. അപ്പൊ ഒരു സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ നമുക്കറിയാം ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഒരു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, ആ ഒരു ടൈമിൽ നമ്മൾ ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പാത്ത് ലൈനും സ്ട്രീം ലൈനും സ്ട്രീക്ക് ലൈനും എന്തായിരിക്കും, ഐഡന്റിക്കലി നേച്ചർ ആയിരിക്കും. ഓക്കെ,
and there is no velocity component normal to the streamline. നമുക്ക് velocity component normal to the streamline നമുക്ക് എന്താണ് velocity component ഒന്നും ഉണ്ടാവില്ല. Okay, so that's it. That's about the streak line. അടുത്തത് നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് ഇനി പഠിക്കാം. അപ്പൊ എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ? സോ ഇത് വേറെ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് സീ, ഇതൊരു പൈപ്പാണ് അല്ലെ, ഇതൊരു പൈപ്പാണ്. അപ്പൊ അതിനകത്ത് എന്താണ്, ഇതിലൂടെ എത്രത്തോളം വോളിയം ഓഫ് വാട്ടർ പോകുന്നുണ്ടോ അത്രത്തോളം വാട്ടർ ഇതിലൂടെ ഫ്ലോ ചെയ്യണം അല്ലെ. ഇവിടെ എത്ര നമ്മൾ വോളിയം എന്ന് പറയുന്നത് എന്തോരം പോകുന്നുണ്ടോ, എന്തോരം ക്വാണ്ടിറ്റി നമ്മൾ പോകുന്നുണ്ടോ അത്രത്തോളം ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം, ഈ ഒരു പൈപ്പിലൂടെ പോകണം അല്ലെ. സോ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ അവിടെ എന്ത് കൺസർവേഷൻ ആണ് വരുന്നത്? സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദി കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ. അതായത് ഇവിടെ ഇതിൽ കൂടെ എത്രത്തോളം ക്വാണ്ടിറ്റി പോകുന്നുണ്ടോ അത്രത്തോളം ക്വാണ്ടിറ്റി തന്നെ ഏതാണ്, ഈ ഒരു ഈ ഒരു സെക്ഷനിലൂടെ പോകും അല്ലെ. ഇറസ്പെക്റ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ ഡയമീറ്റർ അല്ലെ. അവിടെ ഏരിയ കുറവാണ് കമ്പയർഡ് ടു ദി സെക്ഷൻ 1. ഇത് സെക്ഷൻ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇത് സെക്ഷൻ 1, ഇത് സെക്ഷൻ 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെക്ഷൻ 1നേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ സെക്ഷൻ 2 ഏരിയ കുറവാണ്. പക്ഷെ എന്നാലും എന്താണ്, ഈ പറയുന്ന എത്രത്തോളം ക്വാണ്ടിറ്റി പോയി കഴിഞ്ഞോ അത്രത്തോളം ക്വാണ്ടിറ്റി തന്നെ ഇതിലൂടെ ഇൻലെറ്റിലൂടെ വന്ന ക്വാണ്ടിറ്റി തന്നെ ഔട്ട്ലെറ്റിലൂടെ പോകാം. സോ ദാറ്റ്സ് ദി കൺസെപ്റ്റ് ഓഫ് എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. സോ ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡീൽസ് വിത്ത് ദി കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, കൺസർവേഷൻ ഓഫ് മാസ് ആണ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. സോ വെൻ ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ എ ഫുൾ പൈപ്പ്, when fluid flow through a full pipe, the volume of the fluid entering into the pipe must be equal to the volume of fluid leaving the pipe, even if the diameter of the pipe is varying. Therefore, we can define the continuity equation as based on the principle of conservation of mass. Therefore, for a flowing fluid through the pipe at every cross section, the quantity of fluid per second will be constant. അപ്പൊ അങ്ങനെ പോകണമെങ്കിൽ എന്തായിരിക്കണം, the quantity of the fluid flowing per second will be constant. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് എ ഡിസ്ചാർജ്. ദ ഡിസ്ചാർജ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ആ ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എന്താണ്, A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഓക്കെ, A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഓക്കെ, സോ ജനറലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ρ1 into A1 V1 is equal to ρ2 into A2 V2. എന്ന് വെച്ച് കഴിഞ്ഞാൽ ρ1 എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ല, ഡെൻസിറ്റി ഓഫ് ദി ഫ്ലോയിങ് ഫ്ലൂയിഡ്. ρ2 എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദി ρ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, A1 V1 is equal to A2 V2. അതായത് ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യില്ല. സോ ρ1 ഗെറ്റ്സ് ക്യാൻസൽ. ഓക്കെ, അപ്പൊ ഇൻകംപ്രസിബിൾ ഒരു ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ρ1 ഇവിടെ ഡെൻസിറ്റി ρ1 ആയിരിക്കും, ഇവിടെ കംപ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ρ2. സോ ഫ്ലൂയിഡ് ഇപ്പൊ വാട്ടർ ആണെങ്കിൽ അത് ഇൻകംപ്രസിബിൾ ആയിരിക്കും. സോ ρ1 is equal to ρ2 is equal to ഓക്കെ, സോ A1 V1 is equal to A2 V2 എന്നൊക്കെ. ഓക്കെ, അപ്പൊ അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ടോക്സ് അബൌട്ട് ദി കൺസർവേഷൻ ഓഫ് മാസ്, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആൻഡ് നമ്മൾ അതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ A1 V1 is equal to A2 V2. ഓക്കെ, mass flow rate per unit volume per unit time അല്ലെ, mass flow rate per unit time is equal to, അല്ലെങ്കിൽ നമുക്ക് mass flow rate per unit time is equal to constant ആണെന്ന് പറയാം. Okay, so that's it. That's about the continuity equation. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് ഇതാണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് ദി സ്ട്രീം ഫംഗ്ഷൻ. എന്താണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, എന്താണ് സ്ട്രീം ഫംഗ്ഷൻ നോക്കാം. സോ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ is basically defined as a scalar function of space and time such that its negative derivative with respect to any direction will provide us the velocity of fluid particle in that direction. അതായത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമുക്ക് ബേസിക്കലി പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, സോ ദാറ്റ് നമുക്ക് അതിന്റെ ആ ഒരു ഡെറിവേറ്റീവ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയണം. സോ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണ്.
എന്തിൻ്റെയൊക്കെ സ്പേസ് ആൻഡ് ടൈം. ഓക്കെ, സച്ച് ദാറ്റ് എന്താണ് അതിന്റെ നെഗറ്റീവ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റ് ആയിരിക്കും? ഏത് വെലോസിറ്റി കമ്പോണന്റ് ആണോ നോക്കുന്നത് ആ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റിന് ഈക്വലന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അല്ല ജസ്റ്റ് പറയുകയാണെങ്കിൽ എക്സ്, വൈ, സെഡ്. ഓക്കെ, എക്സ് കമ്പോണന്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണെന്നിരിക്കട്ടെ, വൈ കമ്പോണന്റിലുള്ള വെലോസിറ്റി വി ആണെന്നിരിക്കട്ടെ, സെഡ് കമ്പോണന്റിലുള്ള വെലോസിറ്റി സെഡ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, ഇപ്പൊ യു എന്ന് പറയുന്നത് എക്സ് കമ്പോണന്റിലെ വെലോസിറ്റി, വൈ എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് എക്സ് കമ്പോണന്റ് വെലോസിറ്റി, വൈ എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലെ വെലോസിറ്റി, ആൻഡ് സെഡ് കമ്പോണന്റിലെ വെലോസിറ്റി എന്താണ്? സെഡ്. ഓക്കെ, സെഡ് എന്ന് പറയുന്നത് സെഡ് കമ്പോണന്റ് സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. ഓക്കെ, സോറി, യു വി ഡബ്ല്യു. അപ്പൊ ഇനി വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താ പറയുന്നത്? വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് the negative derivative with respect to any direction will provide us the velocity of the fluid particle in that direction. ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണന്റിന് ഇക്വലന്റ് ആയിരിക്കും എന്ത്? നെഗറ്റീവ് ഡെറിവേറ്റീവ് ഇൻ ദാറ്റ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡയറക്ഷൻ. അപ്പൊ എക്സ് കമ്പോണന്റ്, അപ്പൊ യു എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്ഷൻ. വി എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡയറക്ഷൻ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡയറക്ഷൻ. അതാണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പോളാർ കോർഡിനേറ്റ്സും കൂടി സിലിണ്ടറിൽ പോളാർ കോർഡിനേറ്റ്സും കൂടി എഴുതിയിട്ടുണ്ട്, ആ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ നോക്കാം. സോ അതാണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ പറയുന്നത്. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് വെലോസിറ്റി പൊട്ടൻഷ്യൽ. അപ്പോ പ്രോപ്പർട്ടീസ് ഓഫ് വെലോസിറ്റി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, first of all, the fluid flow is to be irrotational, and if there exists velocity potential, then if there exists a velocity potential function, then the fluid flow is rotational. അപ്പൊ റൊട്ടേഷണൽ ആയിരിക്കണം, ഇറോട്ടേഷണൽ ആയിരിക്കരുത്. റൊട്ടേഷൻ കമ്പോണൻസ് ആർ ഈക്വൽ ടു എന്താണ്? അല്ല, നോട്ട് ഈക്വൽ ടു 0. Okay, and if the given velocity potential satisfies the Laplace equation, then the fluid flow is a representation of steady incompressible rotational flow. അത്രയും ഡീപ്പായിട്ട് നമുക്ക് പോകണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഈ ഒരു ജസ്റ്റ് പോയിന്റ് മാത്രം അറിഞ്ഞു വെക്കുക. The given velocity potential satisfies the Laplace equation, then the fluid flow is a representation of steady incompressible rotational flow. ഇനി അടുത്തത് എന്താണ്? സ്ട്രീം ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കഴിഞ്ഞു, ഇനി സ്ട്രീം ഫംഗ്ഷൻ. അപ്പൊ സ്ട്രീം ഫംഗ്ഷൻ എന്താ പറഞ്ഞു നോക്കാം. സോ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രീം ഫംഗ്ഷൻ is basically defined as a scalar function of space and time. അതും ഒരു സ്കേലർ ഫംഗ്ഷൻ ആണ് എന്തിന്റെയൊക്കെ? സ്പേസ് ആൻഡ് ടൈമിന്റെ. such that its partial derivative with respect to any direction will provide us the velocity component perpendicular to the direction. Okay, അപ്പൊ ഇതെന്ന് പറയുന്നത് സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു 2 ഡയമെൻഷൻ ആണ്. നേരത്തെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ 3 ഡയമെൻഷനിൽ ആയിരുന്നു, ബട്ട് ഹിയർ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണ്. അത് ഒന്നാമത്തെ ഡിഫറൻസ്. പിന്നെ അതെന്ന് പറഞ്ഞ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേത് ടോട്ടൽ ഡിഫറൻസിയേഷൻ ആയിരുന്നു, പാർഷ്യൽ ഇന്റഗ്രൽ, അതെല്ലാം ഒരു നമ്മള് ഫൈ ആയിട്ടായിരുന്നു എന്ത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ പറഞ്ഞിരുന്നത്, ബട്ട് സ്ട്രീം ഫംഗ്ഷൻ പറയുമ്പോഴത്തേക്കും അത് സൈ ആണ്. ഓക്കെ, സോ ഫൈ എന്ന് പറയുന്നത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, സൈ എന്ന് പറയുന്നത് സ്ട്രീം ഫംഗ്ഷൻ. ഇനി എന്താണ് സ്ട്രീം ഫംഗ്ഷൻ? സൈ. സോ എന്താണ് പറയുന്നത് സ്ട്രീം ഫംഗ്ഷൻ? ആ ഒരു ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഡിഫൈൻഡ് ആസ് ദി സ്കേലാർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം സച്ച് ദാറ്റ് ഇറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു വി ഡബ്ല്യു എന്തിന്റെയൊക്കെയാണ് കറസ്പോണ്ടിങ്? എക്സ് എന്ന് പറയുന്ന എക്സിന്റെ എക്സ് ഡയറക്ഷനിലുള്ളത് കമ്പോണന്റ്, വി എന്ന് പറയുന്നത് വൈ ഡയറക്ഷണൽ കമ്പോണന്റ്, ഡബ്ല്യു എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷണൽ കമ്പോണന്റ്. ഇനി എന്താണ് സ്ട്രീം ഫംഗ്ഷൻ പറയുന്നത്? സ്ട്രീം ഫംഗ്ഷൻ പറയുന്നത് 2 ഡയമെൻഷൻ ആണ്. സ്ട്രീം ഫംഗ്ഷൻ ഈസ് ഓൺലി ഫോർ ഡിഫൈൻഡ് ഓൺലി ഫോർ 2 ഡയമെൻഷൻ. അപ്പോ സ്ട്രീം ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ് in one direction, in any direction, is equal to the velocity component perpendicular to the direction.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വി ആൻഡ് ഡോ സൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു നമുക്കറിയാം മൈനസ് യു. അപ്പൊ ആ ഒരു മൈനസ് കമ്പോണന്റ് വരുന്ന ആ ഒരു കണ്ടിന്യൂറ്റിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഒരു കണ്ടിന്യൂറ്റിക്കേഷന്റെ ഭാഗമായിട്ടാണ് ആ ഒരു മൈനസ് കമ്പോണന്റ് വരുന്നത് ഡോ സൈ ബൈ ഡോ വൈയിൽ. അപ്പൊ ആ ഒരു മൈനസ് കമ്പോണന്റ് നിങ്ങൾ എടുക്കാതിരിക്കരുത്. മൈനസ് കമ്പോണന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു കണ്ടിന്യൂറ്റിക്കേഷൻ അവിടെ നിന്നാണ് നമുക്ക് ഡെറിവേഷൻ വരുന്നത്. അപ്പൊ ആ ഡെറിവേഷൻ പറയാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. സോ ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൈനസ് യു ഉണ്ട്. അപ്പൊ എന്താണ് സ്ട്രീം ഫംഗ്ഷൻ പറയുന്നത്? ഒരു ഡയറക്ഷനിൽ പെർട്ടിക്കുലർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ് ഡയറക്ഷനിൽ നമ്മളെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ, എക്സ് ഡയറക്ഷനിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതിനെ വിത്ത് റെസ്പെക്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ആയിരിക്കും. അതായത് വൈ കമ്പോണന്റിലെ വെലോസിറ്റി കമ്പോണന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ വൈ കമ്പോണന്റിലെ വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ വി. സോ ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വി ആൻഡ് ഡോ സൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് യു. ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് പറഞ്ഞു കണ്ടിട്ടുണ്ട്. അതായത് ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വി ആൻഡ് ഡോ സൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു യു. രണ്ടും നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് പല ടെക്സ്റ്റ് ബുക്കിലും, ചില ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വി ആയിരിക്കും ആൻഡ് ഡോ സൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു യു ആയിരിക്കും. ഇത് നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു കണ്ടിന്യൂറ്റിക്കേഷൻ ഡിറൈവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു മൈനസ് വാല്യൂ വന്നേക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി സ്ട്രീം ഫംഗ്ഷൻ. അപ്പൊ സ്ട്രീം ഫംഗ്ഷൻ നമ്മൾ കണ്ടു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ദി സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐദർ റൊട്ടേഷണൽ റൊട്ടേഷണൽ നേച്ചർ ആയിരിക്കും. ഫ്ലൂയിഡിന്റെ ആ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ആവാം. ആൻഡ് എ സ്ട്രീം ഫംഗ്ഷൻ ഓഫ് ഫ്ലൂയിഡ് സാറ്റിസ്ഫൈ ലാപ്ലേസ് ഇക്വേഷൻ ഈസ് സപ്പോസ്ഡ് ടു ഹാവ് എ റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ അത് രണ്ടൊരു പോയിന്റും ഓർത്ത് വെക്കുക. ഇനി എന്താണ് ഈ പറയുന്ന വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സ്ട്രീം ഫംഗ്ഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് പറയുന്നത്. നമുക്കറിയാം ഫ്രം ദി എക്സ്പ്രഷൻ ഓഫ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് സ്ട്രീം ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? u is equal to minus dou psi by dou x and v is equal to minus dou psi by dou y and dou psi by dou x is equal to v and dou psi by dou y is equal to minus u. അപ്പൊ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ കിട്ടും? ഫൈനലി we will get dou psi by dou x is equal to dou psi by dou y and dou psi by dou y is equal to dou phi by dou x is equal to dou psi by dou y and dou phi by dou y is equal to minus dou psi by dou x. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫൈനൽ റിലേഷൻഷിപ്പും പഠിച്ചു വയ്ക്കാം. ഏതാണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ സൈ ബൈ ഡോ വൈ ആൻഡ് ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ സൈ ബൈ ഡോ എക്സ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഫ്ലൂയിഡ് കൈനറ്റിക്സിലേക്ക് കിടക്കാം. എന്താണ് ഫ്ലൂയിഡ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്? So it's a branch of science that deals with the study of fluid in motion by considering the forces acting on it. അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് കൈനറ്റിക്സും. അപ്പോൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് or it is the study of fluid it is in motion without considering the forces acting on it. അതാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലൂയിഡ് കൈനറ്റിക്സ്? It is a branch of science that deals with the study of fluid in motion by considering the forces acting on it. ആ ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡി, അതാണ് ഫ്ലൂയിഡ് കൈനറ്റിക്സ്. സോ ബേസിക്കലി മേജർ ഫോഴ്സസ് ഏതൊക്കെയാണ് ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് വൺ ഈസ് ദ മേജർ ഫോഴ്സ് ഈസ് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ഫോഴ്സ് ഡ്യൂ ടു വിസ്കോസിറ്റി. ഫ്ലൂയിഡ് ഫ്ലോ ആണ്. വിസ്കോസിറ്റി എല്ലാ ഒരു ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടിയാണ്, ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. സോ വിസ്കസ് ഫോഴ്സും ഒരു ഇമ്പോർട്ടന്റ് ഫോഴ്സ് ആണ്. അടുത്ത ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ, then force due to turbulence and force due to compressibility. Force due to turbulence ഉം force due to compressibility എല്ലാ ഇതിനകത്ത് ഉണ്ടാവണമെന്നില്ല. സോ ബേസിക്കലി മെയിൻ ഫോഴ്സസ് എന്ന് പറയുന്നത് ഈ 5 ഫോഴ്സ് ആണ്. ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, ഫോഴ്സ് ഡ്യൂ ടു വിസ്കോസിറ്റി, ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ, ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസ് ആൻഡ് ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ജി എഫ് എക്സ് പ്ലസ് എഫ് പി എഫ് എക്സ് പ്ലസ് എഫ് പി എഫ് എക്സ് പ്ലസ് എഫ് ടി എഫ് എക്സ് പ്ലസ് എഫ് സി എഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള ആ ഒരു ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. 1 ഡയമെൻഷണൽ ഫ്ലോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ. ഇനി 3 ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഡെറിവ് ചെയ്തേക്കുന്നത്. ഇഫ് യു നെഗ്ലക്ട് ദ ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി, നമ്മൾ ഈ ഡെറൈവ് ചെയ്തേക്കുന്ന നമ്മളിപ്പോ ഈ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷനിൽ നമ്മൾ ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി നമ്മൾ ഇഗ്നോർ ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്ത് പേര് പറയും? റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷൻസ്.
റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന 5 മെയിൻ ഫോഴ്സസിൽ നിന്ന് ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി ഇഫ് യു നെഗ്ലക്ട് ദ ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസ് ആണ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്കിൽ ആ പറയുന്ന 5 ഇക്വേഷൻസ് 5 ഫോഴ്സസിൽ നിന്ന് ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസ് ആണ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് നേവിയർ-സ്റ്റോക്സ് ഇക്വേഷൻ. നേവിയർ-സ്റ്റോക്സ് ഇക്വേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി ഇഫ് യു കൺസിഡർ ഓൺലി പ്രഷർ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ്, പ്രഷർ ഫോഴ്സും ഗ്രാവിറ്റി ഫോഴ്സും മാത്രമാണ് നമ്മൾ കൺസിഡർ നടത്തുന്ന ഒരു സ്റ്റഡി ആണെങ്കിൽ അതിന് നമ്മൾ ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ പറയും. സോ ഓയിലേഴ്സ് നടത്തിയ സ്റ്റഡിയിൽ he only considers pressure force and gravity force. വേറെ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ 3 ടൈപ്സ് ഓഫ് ഇക്വേഷൻ. Now we are going to deal with the most important equation as far as the fluid flow is concerned. അതാണ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് അതിനകത്ത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അതിനകത്ത് ആപ്ലിക്കേഷൻസ് ഉണ്ട്, എയറോഡൈനാമിക്സിലുണ്ട്, അല്ലെ? ഒരുപാട് അതിനകത്ത് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. സോ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണ്? സോ ആക്ച്വലി ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് എനർജി ഈസ് ഫോർ എ ഫ്ലോയിങ് ഫ്ലൂയിഡ്സ്. എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതൊരു ഇതിലേക്ക് മാത്രം മാറുന്ന ഒരു ഇതാണ്, അല്ലാതെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എനർജിന്ന് അടുത്ത എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നടന്നു. അല്ലാണ്ട് അവിടെ എനർജി ക്രിയേഷനോ എനർജി ഡിസ്ട്രക്ഷനോ ഇല്ല. അതാണ്. സോ ദ ബെർണോളിസ് ഇക്വേഷൻ ഈസ് based on the principle of conservation of energy. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റൻ ആണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ബെർണോളിസ് ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. മാസ് ആണോ അല്ലെങ്കിൽ എനർജി ആണോ അല്ലെങ്കിൽ വോളിയം ആണോ എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് എനർജി. അപ്പൊ ഇതിന്റെ അസംഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. 4 അസംഷൻസേ ഉള്ളൂ. ഈ കഴിഞ്ഞൊരു എക്സാമിന് ഇതിന്റെ അസംഷൻസ് അതുപോലെ ചോദിച്ചതാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ ഓർ പെർഫെക്റ്റ്, ദാറ്റ് ഈസ് വിസ്കോസിറ്റി ഈസ് 0. അതായത് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഫ്ലൂയിഡ് എന്ന് പറയുന്ന അതിന്റെ ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഐഡിയൽ ആണെന്ന് പറയുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് ആയിട്ടാണ് പറയുന്നത്. അടുത്ത ഫ്ലൂയിഡ് ഈസ് സ്റ്റഡി. ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡി ആയിരിക്കും. ഓക്കെ, ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡി ആയിരിക്കും. അടുത്ത ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ. ഫ്ലോ ഇൻകംപ്രസിബിൾ ആയിരിക്കും. അടുത്ത ഫ്ലോ ഈസ് ഇറോട്ടേഷണൽ. സോ ഫ്ലോ ഇൻകംപ്രസിബിൾ ആണ്, ഫ്ലോ ഐഡിയൽ ആണ്, ഫ്ലോ സ്റ്റഡി ആണ്, ആൻഡ് ഫ്ലോ റൊട്ടേഷണൽ. സോ അസംഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് 4 ഇതാണ്. സോ ഇനി എന്താണ്, ഏതൊക്കെ എനർജീസ് ആണ് കൺസർവേഷനെ പറ്റിയാണ് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് പ്രഷർ എനർജി, സെക്കൻഡ് വൺ ഈസ് കൈനറ്റിക് എനർജി, ആൻഡ് തേർഡ് വൺ ഈസ് പൊട്ടൻഷ്യൽ എനർജി. സോ പ്രഷർ എനർജി അല്ലെങ്കിൽ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? P/ρg. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ P/ρg, അല്ലെ? Z = P/ρg നമ്മൾ കണ്ടു. അടുത്ത V²/2g. എന്താണത്? കൈനറ്റിക് ഹെഡ് ആണ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് എന്ന് പറയാം. V²/2g എന്ന് പറയുന്നത് കൈനറ്റിക് ഹെഡ്. ആൻഡ് Z എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഹെഡ്, ഡേറ്റം, ആ ഒരു ഫ്ലൂയിഡിന്റെ പൊസിഷൻ കൊണ്ടുണ്ടാവുന്ന ഹെഡ്, അല്ലെങ്കിൽ പൊസിഷൻ മൂലം ഉണ്ടാവുന്ന എനർജി, അതാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ആക്ച്വലി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ, അല്ലെ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ആണെങ്കിൽ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ഈ പറയുന്ന 3 ഹെഡും എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒന്നിനെ കോംപ്ലിമെന്റ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി കുറവാണെങ്കിൽ അത് ഇതിനകത്ത് ബാധിക്കും, കൈനറ്റിക് എനർജിയിൽ അത്. പ്രഷർ എനർജി കുറവാണെങ്കിൽ ബാക്കി രണ്ടിലും അത് ആസ് എ ഹോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആസ് എ ഹോൾ ആ ഒരു ഹെഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഇത് മൂലം ഉണ്ടാകുന്ന ഹൈറ്റ്, അതാണ് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ബെർണോളിസ് ഇക്വേഷൻ. പക്ഷെ നമുക്കിനി ഉള്ളത് ബെർണോളിസ് ഇക്വേഷൻ വെച്ച് എന്താണ് സെക്കൻഡ് ഇതൊന്ന് ജസ്റ്റ് ഇപ്പൊ നമ്മൾ റെഫറൻസ് ഡാറ്റം റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. ഡാറ്റം റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ഇപ്പൊ ഇതിന്റെ ഫ്ലൂയിഡ് ഫ്ലോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഈസ് ദി ഡാറ്റം, അല്ല, ഇതാണ് ഡാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റത്തിൽ നിന്ന് Z ഹൈറ്റ് ഉള്ള, അപ്പൊ പ്രഷർ ഹെഡ്, പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി Z ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എനർജി, ഇതൊരു ഫ്ലൂയിഡ് ഫ്ലോയിന്റെ പ്രഷർ എനർജി. സോ അതിന്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും.
പി ബൈ റോ ജി എന്ന് പറയുന്ന പ്രഷർ ഹെഡ്, ആ ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോ മൂലം ഉണ്ടാകുന്ന ഒരു ഹെഡ്. പിന്നെ വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി ഇത് മൂലം ഉണ്ടാകുന്ന ആ ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ. ഇതിന്റെ ആകെ ടോട്ടൽ സം ഇതാണ്. ഇത്രയും ഹെഡ്, ഇത് ഹൈറ്റ് എച്ച് മീറ്ററിലോ അല്ലെങ്കിൽ സെന്റിമീറ്ററിലോ ഒക്കെ ആയിരിക്കും ഈ ഒരു ഹെഡ് പറയുന്നത്. ഫർദറായിട്ട് നമ്മൾ എച്ച് ജി എൽ ടി എൽ ഒക്കെ കാണുന്നുണ്ട്, ടോട്ടൽ എനർജി ലൈൻ, ഹൈഡ്രോളിക് റേഡിയൽ ലൈൻ ഒക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പറ്റി so that's about the Bernoulli's principle. Bernoulli's principle is about the conservation of energy, principle of conservation of energy. ഇനി എന്താണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കാം. ബെർണോളിസ് ഇക്വേഷന്റെ ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വെഞ്ചുരിമീറ്റർ. സോ വാട്ട് ഇസ് എ വെഞ്ചുരിമീറ്റർ? എന്താണ് വെഞ്ചുരിമീറ്റർ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ്. ഒരു പൈപ്പിലൂടെ പോകുന്ന ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കലാണ് വെഞ്ചുരിമീറ്റർ എന്ന് പറയുന്ന ഡിവൈസിനെ കൊണ്ട് സാധ്യമാകുന്നത്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ഫോർ മെഷറിംഗ് ദ ഡിസ്ചാർജ്. റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് ദി ഫ്ലൂയിഡ്. ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ആണ് എന്ത് വെഞ്ചുരിമീറ്റർ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ബേസിക്കലി ഒരു വെഞ്ചുരിമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കി അറിയാം എന്താണ് 3 പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഈ പറയുന്ന വെഞ്ചുരിമീറ്റർ. ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഷോർട്ട് കൺവേർജിങ് പാർട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ടൊരു ഇത് പറയാം. ഈ ഒരു യെല്ലോ കളറിൽ കാണിക്കുന്നതാണ് എന്ത് നമ്മുടെ വെഞ്ചുരിമീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു യെല്ലോ കളറിൽ കാണിക്കുന്നതാണ് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെന്താണ് ഒരു കൺവേർജിങ് പാർട്ട് ഉണ്ട്, ഒരു ഷോർട്ട് കൺവേർജിങ് പാർട്ട് ഉണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു ത്രോട്ട് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഡയമീറ്റർ ഇതെല്ലാം സെക്കൻഡ് സെയിം ഈക്വൽ ഇതാണ്. പിന്നെ ഒരു ഡൈവേർജിങ് പാർട്ട്. അപ്പൊ കൺവേർജിങ് പാർട്ട്, ത്രോട്ട്, ഡൈവേർജിങ് പാർട്ട്, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് എന്ത് വെഞ്ചുരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, so a short converging part is that the portion of vencurimeter in which where the fluid gets converges. അപ്പൊ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഇൻലെറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ കൺവേർജിങ് പാർട്ട് ആണ്. ത്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പോർഷൻ ദാറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ കൺവേർജിങ് ആൻഡ് ഡൈവേർജിങ് പാർട്ട് ഓഫ് വെഞ്ചുരിമീറ്റർ. ദ ക്രോസ് സെക്ഷൻ ഓഫ് ദി ത്രോട്ട് ഈസ് മച്ച് ലെസ് ദാൻ ദി ക്രോസ് സെക്ഷൻ ഓഫ് കൺവേർജിങ് ആൻഡ് ഡൈവേർജിങ് പാർട്സ്. അപ്പൊ ആ ഒരു ത്രോട്ടിന്റെ ക്രോസ് സെക്ഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ബാക്കി രണ്ട് സെക്ഷനേക്കാളും കുറവാണ്. As fluid enters in the throat, its velocity increases and pressure decreases. Okay, സ്വാഭാവികമാണ്, അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡൈവേർജിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോർഷൻ ഓഫ് വെഞ്ചുരിമീറ്റർ വെച്ച് ദ ഫ്ലൂയിഡ് ഗെറ്റ് ഡൈവേർജസ്. അപ്പോൾ ഇൻലെറ്റ് എന്ന് പറയുന്നത് കൺവേർജിങ് പാർട്ടായിട്ടും ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡൈവേർജിങ് പാർട്ട്. ഓക്കെ, സോ നമ്മൾ അതിന് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദി വെഞ്ചുരിമീറ്റർ ഡിസ്ചാർജ് ഓഫ് ദി ത്രൂ എ പൈപ്പ്. ഒരു പൈപ്പിലൂടെ ഉള്ള ഒരു ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പൈപ്പിലൂടെ ഉള്ള ഒരു ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ ഇനി ഇതിന്റെ ഡെറിവേഷനൊക്കെ നമ്മൾ FM പഠിച്ചേക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല, ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ മതി. സോ Q actual is equal to CD into A1 A2 by root of A1 square minus A2 square divided by root of 2GH. എന്താണ് A1? A1 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1 ഏരിയ. A2 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 ഏരിയ. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ത്രോട്ട് സെക്ഷൻ, അവിടുത്തെ ഏരിയ, അവിടെ ക്രോസ് സെക്ഷനിലെ ഏരിയ. G എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. H എന്ന് പറഞ്ഞാലോ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടുത്തെ പ്രഷർ നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ 2 മാനോമീറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ മാനോമീറ്റേഴ്സിന്റെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് H എന്ന് പറയുന്നത്. ഓക്കെ, H എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മാനോമീറ്ററിൽ ലിക്വിഡിന്റെ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ H എന്ന് പറയാം. ഓക്കെ, നോക്കിയറിയാം H എന്ന് ഇത് ടോപ്പ് മോസ്റ്റ് പോർഷൻ, ഈ ഇവിടുത്തെ മാനോമീറ്റർ ലിക്വിഡ്, ഈ ഒരു പോർഷൻ. അപ്പൊ ഡിഫറൻസ് ഇൻ മാനോമെട്രിക് ഹെഡ്സ് അതാണ് H എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസ് ഇൻ മാനോമെട്രിക് ഹെഡ്സ് അതാണ് H. ഇനി എന്താണ് CD? CD എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. CD എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന ആ ഒരു ടേം നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത്? നമുക്കറിയാം Q actual is equal to basically CD into Q theoretical. Okay, അപ്പൊ Q theoretical CD അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് പറഞ്ഞാൽ Q actual by Q theoretical ആണ്. ഓക്കെ,
അപ്പൊ എന്താണ് സംഭവം? ക്യൂ തിയറട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമുക്ക് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് ഫൈനലി കിട്ടിയ ആൻസർ ആണ് എന്ത്? ക്യൂ തിയറട്ടിക്കൽ ഈസ് ഈക്വൽ ടു a1 a2 by root of a1 square minus a2 square into root of 2gh അല്ലെ? അപ്പൊ ക്യൂ തിയറട്ടിക്കൽ ആണ്. ഇനി നമുക്കറിയാം ഈ പറയുന്ന തിയറട്ടിക്കൽ വാല്യൂ ആയിരിക്കും തിയറട്ടിക്കൽ ഡിസ്ചാർജിനേക്കാളും പ്രാക്ടിക്കലി എന്താണ്? പ്രാക്ടിക്കലി ഒരു ഫ്ലൂയിഡിൽ ഒരു പൈപ്പിലൂടെ ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ലോസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ആ ലോസസ് ഒക്കെ ടേക്കൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CD കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ വാല്യൂ നമ്മൾ എക്സ്പെരിമെന്റിൽ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മൾ 0.95 to 0.98 ആണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ക്യൂ ആക്ച്വൽ എന്ന് പറയുന്നത് 0.95 into ക്യൂ തിയറട്ടിക്കൽ ആണെങ്കിൽ എന്താണ്? 5% ലോസ് അല്ലെ? 95% ആണ് അതിന് ആക്യുറസി ഉള്ളത്. അപ്പൊ 5% ലോസ് ആണ്. അപ്പൊ 5% ടേക്കൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന CD എന്ന ടേം കൊണ്ടുവന്നേക്കുന്നത്. CD എന്ന് പറഞ്ഞാൽ എന്താണ്? CD ഈസ് ഈക്വൽ ടു ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയറട്ടിക്കൽ. അപ്പൊ അതാണ് എന്ത്? കോഎഫിഷ്യന്റ് ഡിസ്ചാർജ്. അപ്പൊ അത് മെയിൻലി വെഞ്ചുരിമീറ്റർ ആണെങ്കിൽ 0.95 to 0.98. ഓക്കെ, അപ്പൊ നമ്മൾ വെഞ്ചുരിമീറ്റർ കണ്ടു. ഇനി എന്താണ് ഓറിഫൈസ് മീറ്റർ? ഓറിഫൈസ് മീറ്ററും സെയിം തന്നെ എന്ത് വേണ്ടിയിട്ടാണ്? ടു മെഷർ ദ ഫ്ലോ റേറ്റ് ഓഫ് എ ഗ്യാസ് ഓർ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിന്റെ ഒരു ഗ്യാസിന്റെ ഒക്കെ എന്താണ് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറിഫൈസ് മീറ്റർ യൂസ് ചെയ്യുന്നത് ത്രൂ എ പൈപ്പ്. ഓക്കെ, പൈപ്പിലൂടെ തന്നെയാണ് പൈപ്പ് ഫ്ലോയിലൂടെയാണ് ഓറിഫൈസ് മീറ്റർ കണ്ടുപിടിക്കുന്നത്. ഓറിഫൈസും ഉണ്ട് ഓറിഫൈസ് മീറ്ററും ഉണ്ട്, രണ്ടും അങ്ങോട്ട് മാർക്ക് വരും. So orifice meter is a piece of equipment used to measure the flow rate of a gas or a fluid. It mainly consists of an orifice plate housing and a meter tube. Okay, അപ്പോൾ orifice meter construction parts നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റിലേക്ക് വരാം. എന്താണ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ്? അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ഈ പറയുന്ന orifice meter എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് സെക്ഷൻ. ഇൻലെറ്റ് സെക്ഷൻ ഉണ്ട്. ഇൻലെറ്റ് സെക്ഷൻ ഇതാണ്. ഓക്കെ, ഇനിയോ ഓറിഫൈസ് പ്ലേറ്റ്. ഒരു ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഉണ്ട്. ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ്. ഓക്കെ, ഇത് രണ്ടുമാണ് ആ ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് വിത്ത് എ ഹോൾ. ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് വിത്ത് എ ഹോൾ. ഓക്കെ, ഫ്ലോ കണ്ടീഷണർ, പിന്നെ ഔട്ട്ലെറ്റ് സെക്ഷൻ. ഫ്ലോ കണ്ടീഷണർ, ഔട്ട്ലെറ്റ്, പിന്നെ ഫ്ലോ കറക്റ്റ് ആയിട്ട് എൻഷുർ ചെയ്യാൻ ഫ്ലോ കണ്ടീഷണർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലോ ഔട്ട്ലെറ്റ് സെക്ഷൻ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എന്തുണ്ട്? ഡിഫറൻഷ്യൽ മാനോമീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് സെക്ഷൻ 1-ലും സെക്ഷൻ 2-ലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 1 എന്ന് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 1 എന്ന് പറയുന്നത് ഇൻലെറ്റ് ഓഫ് ദി ബിഫോർ ദി ഓറിഫൈസ് പ്ലേറ്റ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഈസ് അറ്റ് ദി വീന കോൺട്രാക്ട. എന്താണ് വീന കോൺട്രാക്ട എന്ന് നോക്കാം. the fluid is flowing like here. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ്? ഇവിടെ ഫ്ലോനെ ഇവിടെ ഫ്ലോനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇവിടെ രണ്ട് ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അത് ഫ്ലോനെ ഡിസ്ട്രക്ട് ചെയ്യും. അപ്പൊ ആ ഫ്ലോ ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലോ, ദ ഫ്ലൂയിഡ് ഫ്ലോ വിൽ ടേക്ക് ഇൻ ദാറ്റ് ഡയറക്ഷൻ. അതായത് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകും. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കുറവ് വന്നിട്ട് പിന്നെ ഇത് ഡൈവേർജ് ചെയ്തു. ഇവിടെ ഇങ്ങനെ വരുന്നു, ഇവിടെ വന്നിട്ട് ആ ഒരു സർക്കുലർ പ്ലേറ്റ് ഇരിക്കുന്ന മൂലം അവിടെ ഫ്ലോ ഡിസ്ട്രക്ട് ആവുന്നു, ഇങ്ങനെ വന്നിട്ട് ഫ്ലോ ഇങ്ങനെ പോകും. സോ വീന കോൺട്രാക്ട എന്ന് പറയുന്നത് ഇസ് എ ഏരിയ, ദ ലോവസ്റ്റ് ഏരിയ വരുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ വീന കോൺട്രാക്ട എന്ന് പറയുന്നത്. ഈ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ഏരിയ ആയിട്ടുള്ള എവിടെയാണോ അതാണ് ആ ഒരു സെക്ഷനെയാണ് നമ്മൾ വീന കോൺട്രാക്ട എന്ന് പറയുന്നത്. സോ ഈ വീന കോൺട്രാക്റ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് അത് കഴിഞ്ഞ ആ ഒരു പോയിന്റ് അങ്ങ് വീന കോൺട്രാക്ട് ആ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലൂയിഡ് ബിഗാൻ ടു ഡൈവേർജ്. ഫ്ലൂയിഡ് ഫുള്ളി ഡൈവേർജ് ചെയ്തു. ഓക്കെ, അപ്പൊ വീന കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ഏരിയ ഉള്ള ആ ഒരു സെക്ഷൻ നമ്മൾ വീന കോൺട്രാക്ട് ആണ്. സോ സെക്ഷൻ എ എന്ന് പറയാം just before the orifice plate, and area 2 is section 2 is at the വീന കോൺട്രാക്ട്. ഓക്കെ, സോ അതാണ് എന്ത് നമ്മുടെ ഓറിഫൈസ് മീറ്റർ വെച്ചിട്ട്. ഇനി അതിന്റെ തിയററ്റിക്കൽ ഡിസ്ചാർജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് CD into A0 A1 into root of 2GH into 2GH divided by root of A1 square minus AO square. AO എന്ന് പറഞ്ഞാൽ എന്താണ്? AO എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ഓറിഫൈസ് ആണ്. AO എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഓറിഫൈസ് ആണ്.
ഇത് അതിന് മുമ്പായിട്ട് നമുക്കിനി ഇത് കണ്ടു ജസ്റ്റ് കുറച്ച് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ഫസ്റ്റ് വൺ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ? അത് നമ്മൾ CC എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് CC. Okay, coefficient of contraction is CC is defined as the ratio of area of jet at vena contracta to the area of jet at vena contracta to the area of orifice area of vena contracta നമ്മളുള്ള ഒരു ഇതാണ് എന്ത് ratio ആണ് coefficient of contraction എന്ന് പറഞ്ഞാൽ. So it's a ratio of area of jet at vena contracta to the area of orifice. So A 2/A അതാണ് എന്ത് CC എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി? കോഎഫിഷ്യന്റ് ഓഫ് velocity can be defined as the area ratio of actual velocity of jet at vena contracta to the theoretical velocity of jet. അപ്പോൾ വീന കോൺട്രാക്റ്റയിലെ ആക്ച്വൽ വെലോസിറ്റിയും തിയററ്റിക്കൽ വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. ഇനി കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ്. എന്താണ് കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ്? അപ്പോൾ നമ്മൾ അതിനെ CV എന്ന് റെപ്രസെന്റ് ചെയ്യും. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിനെ CV എന്ന് റെപ്രസെന്റ് ചെയ്യും. സോ അതാണ് ഇനി കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. Coefficient of resistance can be defined as the ratio of loss of head in the orifice to the head of water available at the exit of the orifice. അതായത് ലോസ് ഓഫ് ഹെഡും ഈ പറയുന്ന ഹെഡ് ഓഫ് വാട്ടർ അവൈലബിൾ അറ്റ് ദി എക്സിറ്റ് orificeന്റെ എക്സിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ഹെഡും അതുപോലെ ലോസ് ഓഫ് ഹെഡും തമ്മിലുള്ള റേഷ്യോ ആണ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ CR ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. CR ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അടുത്ത കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് ദി Q actual by Q theoretical. Q ആക്ച്വലും Q തിയററ്റിക്കും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 4 കോഎഫിഷ്യന്റ് ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് നമ്മൾ പറഞ്ഞു. കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? Q is equal to CD into Q actually is equal to CD into A0 AO A1 into root of 2GH divided by A1 root of A1 square minus AO square. AO എന്ന് പറഞ്ഞാൽ എന്താണ്? AO എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് orifice. A1 ഇൻലെറ്റ് സെക്ഷനിലെ ഏരിയ, A2 ഏരിയ അറ്റ് ദി വീര ഓഫ് കോൺട്രാക്ട. H എന്ന് പറഞ്ഞാൽ എന്താണ്? H എന്ന് പറഞ്ഞാൽ എന്താണ്? What is H? H is the നേരത്തെ പറഞ്ഞ ഡിഫറൻഷ്യൽ വെലോസിറ്റി അല്ല, നമ്മൾ ആ H കണ്ടുപിടിക്കുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡ് ആണ്. അത് H കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നിട്ടില്ല. ആക്ച്വലി H കണ്ടുപിടിക്കുന്നത് ഈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിലെ X വെച്ചിട്ടാണ്. ഓക്കെ, റൂട്ട് ഓഫ് SL by S0 മൈനസ് X എന്നുള്ള രീതിയിലുള്ള ഒരു ഫോർമുലാസ് ഉണ്ട്. അത് ഞാൻ ഒരു നോട്ട് മോഡിഫൈ ചെയ്ത് തരാം. ഓക്കെ, അത് ഞാൻ വിട്ടുപോയതാണ് ആക്ച്വലി. ഓക്കെ, സോ അതാണ് H. സോ ആ H ഒബ്റ്റെയിൻ ചെയ്യുന്ന ഈ പറയുന്ന ഡിഫറൻഷ്യൽ മാനോമീറ്റർ തമ്മിലുള്ള ആ ഒരു വെച്ചിട്ടാണ് H കിട്ടുന്നത്. ഓക്കെ, നൗ അടുത്തത്. സോ നമുക്ക് ഇന്ന് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.